സംഗമഗ്രാമ നാട്യരംഗമിതാ സംഗമഗ്രാമ നാട്യരംഗമിതാ ശതകാർത്ഥസംഗമം ആഘോഷിപ്പൂ തുംഗശോഭം തുംഗശോഭം സ്വാഗതം 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 എല്ലാവർക്കും നമസ്കാരം. ഇരിഞ്ഞാലക്കുട KN പിഷാരടി സ്മാരക കഥകളി ക്ലബിൻ്റെ 50ാം വാർഷികം ആഘോഷിക്കുന്ന സുവർണമെന്ന പേരിൽ ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇന്ന് അടുത്ത പ്രഭാഷണത്തിനായിട്ട് എത്തിയിട്ടുള്ളത് VR മുരളീധരൻ സാറാണ്. നൈഷധവും നളചരിതം ആട്ടക്കഥയും എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ച് സാറ് നല്ലൊരു പ്രഭാഷണവും വിജ്ഞാനപ്രദമായിട്ടുള്ളൊരു പ്രഭാഷണം കാഴ്ചവെക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സാറ് കാലടി സംസ്കൃത സർവകലാശാലയിൽ നിന്ന് റിട്ടയർ ചെയ്ത പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്ത അധ്യാപകനാണ്. ഇന്നും പാഠന വിഷയങ്ങളിൽ ശ്രദ്ധാലുവായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയാണ്. സാറിനെ ഈ അവസരത്തിൽ പ്രബന്ധം അവതരണത്തിനായിക്കൊണ്ട് ക്ഷണിക്കുന്നു. കഥകളി ക്ലബിന് വേണ്ടി ക്ഷണിക്കുന്നു. കൂടൽമാണിക്യം തേവരായ സംഗമേശനെയും ഇരിഞ്ഞാലക്കുടയിലെ മുൻപുണ്ടായ കലാകാരന്മാരെ എല്ലാ ആശാന്മാരെയും മനസ്സാ സ്മരിക്കുന്നു. സദസ്സിലുള്ള ഗുരുജനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഇവിടെ ഇന്ന് ആദ്യമായിട്ടാണ് ഈ പരിപാടിയിൽ വരുന്നതെങ്കിലും മിക്കവാറും തുടക്കം തൊട്ട് എല്ലാ ദിവസത്തെയും പരിപാടി വീട്ടിലിരുന്ന് കാണാറുണ്ടായിരുന്നു. ഇന്നലത്തെ അടക്കം പൂർണ്ണമായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇരിഞ്ഞാലക്കുടക്കാരൻ തന്നെയാണ് എന്ന് അഭിമാനിക്കുന്നു. ഇരിഞ്ഞാലക്കുട നിന്ന് അധികം ദൂരെയല്ല, ഒരു 12 കിലോമീറ്റർ അകലെ പെരുവനം ഗ്രാമത്തിലാണ് വീട്. എൻ്റെ ഈ ഔദ്യോഗിക ജീവിതത്തിൽ എൻ്റെ കീഴിൽ PhD എടുത്തതിൽ 4 പേരും ഇരിഞ്ഞാലക്കുടക്കാരാണ്. ഒരാൾ PhD എടുക്കാൻ പോകുന്നുള്ളൂ, ദിനേശൻ്റെ മിസ്സിസ് നിത്യ, അതുപോലെ ഇവിടെ പേപ്പർ അവതരിപ്പിച്ച ജലജ, പിന്നെ ഒരു ഷംല. അങ്ങനെ 4 പേര് ഇവിടെ നിന്ന് തന്നെ ഇരിഞ്ഞാലക്കുട നിന്നുള്ള ആൾക്കാരാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജനനം പോലും ഇരിഞ്ഞാലക്കുടയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ ജനിച്ചത് ഇരിഞ്ഞാലക്കുട ഉത്സവത്തിലെ 7ാമത്തെ ദിവസം, 7ാം ഉത്സവത്തിൻ്റെ അന്നാണ്. എനിക്ക് ഓർമ്മ വെച്ചപ്പോൾ മുതൽ അച്ഛൻ ഇരിഞ്ഞാലക്കുട ഉത്സവത്തിന് കൊണ്ടുവരാറുണ്ട്, വളരെ കാലം മുമ്പ്. അന്ന് കലാമണ്ഡലം കൃഷ്ണൻ നായരായാലും അതുപോലെ വെളിനഴി നാണു നായർ, വാഴയങ്കട, ഇങ്ങനെ ഒരുവിധം കേരളത്തിലെ പ്രസിദ്ധരായ എല്ലാ ആചാര്യന്മാരും, കൂട്ടത്തിൽ ഇവിടെ തന്നെയുള്ള പള്ളിപ്പുറം പോലെയുള്ള ആശാന്മാരും ഒക്കെ കഥകളി നടത്തിയ ഒരു ഓർമ്മ ചെറിയ തോതിലാണെങ്കിലും മനസ്സിലിപ്പോഴും അവശേഷിക്കുന്നുമുണ്ട്. ചെറുപ്പത്തിലെ തൊട്ട് ഏതാണ്ട് BA പഠിക്കുന്നതുവരെയും ഇരിഞ്ഞാലക്കുട ഉത്സവം എന്ന് പറയുന്നത് ഒഴിവാക്കാനാവാത്ത ഒന്നായിരുന്നു. സ്ഥിരമായിട്ട് വരുന്ന ഒരു സ്ഥലം. കാരണം തൃശ്ശൂർ പൂരത്തിനൊന്നും സ്ഥിരമായിട്ട് പോകാൻ പറ്റില്ല. അവിടെ പലപ്പോഴും പൂരത്തിൻ്റെ ഒരു തിരക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഉത്സവത്തിന് ഉച്ചതിരിഞ്ഞ് വന്നാൽ പിറ്റേ ദിവസം രാവിലെ വരെ
ഇപ്പോൾ പലത് സൂചിപ്പിച്ച് കഴിഞ്ഞതാണ്, നമുക്കറിയുകയും ചെയ്യാം. ആന കുളിക്കുന്നത് തൊട്ട് കുലീബിനി തീർത്ഥത്തിൽ നിന്ന് അടിക്കുന്ന വെള്ളമെടുത്ത് ആന കുളിക്കുന്നത് തൊട്ട് അവിടെ കുറത്തിയാട്ടുണ്ടാവും, പാടകം ഉണ്ടായിരിക്കും, അതുപോലെ ഒരു ദിക്കിൽ കേളി അപ്പോഴേക്കും പുറത്ത് തുടങ്ങിയിട്ടുണ്ടാവും. ഇങ്ങനെ നിരന്തരം പുലരും വരെ പരിപാടികൾ. ഇതൊക്കെ അന്ന് കുറേയൊക്കെ ഉറങ്ങിയിട്ടാണ് കേട്ടോ. ആദ്യമൊക്കെ ദുര്യോധനോദോ കിരാതൊക്കെ കണ്ടുമ്പോഴേ ആസ്വദിക്കാൻ പറ്റിയിരുന്നുള്ളൂ. പക്ഷേ ആ ഒരു സംസ്കാരത്തിൽ നിന്നാണ് ഇന്ന് ഇവിടെ എന്തെങ്കിലും പറയാം എന്നുള്ളൊരു ധൈര്യം വന്നത്. ഇവിടുത്തെ വിഷയം സംസ്കൃതത്തിലുള്ള ഒരു മഹാകാവ്യത്തെക്കുറിച്ച് ചെറുതായിട്ട് പരിചയപ്പെടുത്തുന്നു. നളചരിതത്തെക്കുറിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും എന്നേക്കാൾ കൂടുതൽ വളരെ വിശേഷമായിട്ട് നളചരിതത്തിനെ കുറിച്ച് അറിയാം. ഈ നൈഷധവും നളചരിതവും തമ്മിൽ എത്ര കണ്ട് ബന്ധമുണ്ട് എന്നുള്ള ചില സൂചനകൾ തന്നുകൊണ്ട് നളചരിതത്തിലെ ചില സന്ദർഭങ്ങളെ മാത്രം ഒന്ന് വ്യാഖ്യാനിച്ച് എൻ്റെ പ്രബന്ധം ഞാൻ അവസാനിപ്പിക്കുന്നതാണ്. അധികം ദീർഘിപ്പിക്കില്ല. അപ്പോൾ ആദ്യം സംസ്കൃതത്തിലുള്ള നൈഷധം എന്ന മഹാകാവ്യത്തെക്കുറിച്ചാണ് പറയേണ്ടത്. സംസ്കൃതത്തിൽ ധാരാളം കാവ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാവ്യങ്ങളെ 5 തിരഞ്ഞു പിടിച്ചാണ് പഞ്ചമഹാകാവ്യങ്ങൾ എന്ന് പറയുന്നത്. കാളിദാസൻ്റെ കുമാരസംഭവം, രഘുവംശം, അതുപോലെ ഭാരവിയുടെ കിരാതാർജുനീയം, മാഘൻ്റെ ശിശുപാലവധം, ശ്രീഹർഷൻ്റെ നൈഷധീയ ചരിതം എന്നുകൂടി പേരുള്ള നൈഷധം. ഇതാണ് ആ 5 മഹാകാവ്യങ്ങൾ. ഈ 5 മഹാകാവ്യങ്ങളും മല്ലീനാഥൻ എന്ന് പറയുന്ന ഒരു പ്രതിഭ സംസ്കൃതത്തിൽ അതിമനോഹരമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഇതിനെ പഞ്ചമഹാകാവ്യങ്ങൾ എന്ന് പറയുന്നത്. പഞ്ചമഹാകാവ്യങ്ങളിൽ വെച്ച് ഏറ്റവും ബൃഹത്തായ കൃതിയാണ് നൈഷധം. 12ാം നൂറ്റാണ്ടിലാണ് ഇതെഴുതിയ ശ്രീഹർഷൻ ജീവിച്ചിരുന്നത്. ഈ 12ാം നൂറ്റാണ്ടിൽ ശ്രീഹർഷൻ നൈഷധീയ ചരിതം എഴുതുമ്പോഴേക്കും കാളിദാസൻ രഘുവംശത്തിലോ കുമാരസംഭവത്തിലോ കാണിക്കുന്ന ആ ലാളിത്യവും ഗഹനതയും പലപ്പോഴും നഷ്ടപ്പെടുന്നുണ്ട്. ലളിതാഭി ഗഹനഭാവ എന്ന് ഉർവശിയെക്കുറിച്ച് നിവാദകവച കാലികേയവധത്തിൽ പറയുന്നുണ്ടല്ലോ. കാളിദാസൻ്റെ കൃതികൾ വളരെ ലളിതമാണ്, പക്ഷേ അത് ഓരോ തവണ വായിക്കുമ്പോഴും നമ്മൾ പുതിയ പുതിയ അർത്ഥതലങ്ങളിലേക്ക് അതിന് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ കുമാരസംഭവം മലയാളത്തിലേക്ക് കുട്ടിക്കൃഷ്ണമാരാർ തർജ്ജമ ചെയ്തപ്പോൾ അതിന് അവതാരിക എഴുതിയ സി നാരായണമേനോൻ പറയുന്നത്, കാളിദാസൻ്റെ കൃതികൾ വായിക്കുമ്പോൾ നിങ്ങൾ കാളിദാസനെ മറന്നു പോകുന്നു, പകരം പാർവതിയെയും ശിവനെയുമാണ് അല്ലെങ്കിൽ കഥാപാത്രങ്ങളാണ് നമ്മളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്, നാം അനുഭവിക്കുന്നത് എന്നും. പക്ഷേ ശ്രീഹർഷൻ്റെ നൈഷധീയ ചരിതം വായിക്കുമ്പോൾ നമുക്ക് ശ്രീഹർഷനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. നളനെയോ ദമയന്തിയെയോ അനുഭവിക്കാൻ പറ്റില്ല. കാരണം ഒരു സർക്കസുകാരൻ കസർത്ത് കാണിക്കുമ്പോൾ അയാളുടെ കസർത്തിലുള്ള ആ അഭ്യാസ പാടവങ്ങളിലാണ് നമ്മൾ മുഴുകിപ്പോകുന്നത്. ഇതുപോലെ തന്നെയാണ് കുറേയൊക്കെ ഭാരവിയും മാഘനും ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാളിദാസനിൽ നിന്ന് ഭാരവിയിലേക്ക് എത്തുമ്പോഴേക്കും സംസ്കൃത കാവ്യ പാരമ്പര്യത്തിന് വലിയൊരു മാറ്റം വന്നു കഴിഞ്ഞിരുന്നു. ഭാരവി ഒരു സർഗത്തിൽ കസർത്തുകൾ കുറേ കാണിച്ച് അവസാനം ഒറ്റക്ഷരം കൊണ്ടൊരു ശ്ലോകം എഴുതിയിട്ടുണ്ട്. നനോന നുന്നോ നുന്നോനോ നുന്നോ നാനാനന നനു എന്നൊക്കെ എഴുതുന്ന ആളാണ്. ഇത് മലയാളത്തിലും കൊടുങ്ങല്ലൂർ കോലത്ത് വലിയ കൊച്ചുണ്ണി തമ്പുരാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. നന്നെന്നോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പാണ്ഡവോദയത്തിൽ വരുന്നുണ്ട്. പക്ഷേ ഇത് ശരിയായൊരു കവിതയുടെ സംസ്കാരമായിരുന്നില്ല. അപ്പോൾ ഭാരവി എന്താണോ എഴുതിയത് അതിനെ ഒന്നും കൂടി പൊലിപ്പിച്ച് കാണിക്കുക എന്നുള്ളതായിരുന്നു മാഘൻ്റെ രീതി. ശിശുപാലവധത്തിലും ഇതുപോലെ സസാസ സാസുഷി സാസ എന്നൊക്കെ പറഞ്ഞ് ഒരുതരം ഏകാക്ഷരം, ദ്യക്ഷരം, സർവതോഭദ്രം, ഗോമൂത്രികാബന്ധം, പത്മബന്ധം എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള കാവ്യകേളികളാണ് അവർ കൂടുതൽ നടത്താൻ താല്പര്യപ്പെട്ടത്. കവിതകളൊക്കെ ഗംഭീരം തന്നെയാണ് കേട്ടോ, മോശമൊന്നല്ല. പക്ഷെ കാളിദാസൻ്റെ കവിതകൾ പോലെയുള്ള ലാളിത്യവും ഗഹനതയും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാനതിനെ മോശമാക്കിയല്ല പറയുന്നത്, കാരണം പണ്ഡിതോചിതമായ ഒന്നായി സംസ്കൃത കാവ്യരംഗം മാറി എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. 12ാം നൂറ്റാണ്ടിലുള്ള ശ്രീഹർഷൻ നൈഷധീയ ചരിതം എഴുതുമ്പോഴേക്കും എന്ത് കാര്യം പറയുന്നുണ്ടെങ്കിലും 2 തവണയെങ്കിലും 2 തരത്തിൽ ആവർത്തിച്ച് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല എന്നൊരു രീതി വന്നു. അദ്ദേഹത്തിൻ്റെ നൈഷധം എന്ന് പറയുന്ന കാവ്യമാണ് ഏറ്റവും വലുത്. 22 സർഗങ്ങളുള്ള ആ മഹാകാവ്യത്തിലെ നളൻ്റെ കഥയിലെ, നളോപാഖ്യാനത്തിൽ വരുന്ന നളൻ്റെ കഥയിലെ വിവാഹപര്യന്തമുള്ള വൃത്താന്തം മാത്രമേ വന്നിട്ടുള്ളൂ. അതിബൃഹത്തായ കൃതിയാണ്. പക്ഷേ നളചരിതത്തിലെ
ഒരുതരം നാടകീയത, സംഘർഷം, സങ്കീർണതയൊക്കെ വരുന്നത് രണ്ടാം ദിവസത്തോട് കൂടിയിട്ടാണ്. അത് മറ്റുള്ളത് നളനും ദമയനും തമ്മിലുള്ള പ്രണയം, അതിലൊരു പരിസമാപ്തി വിവാഹത്തോട് കൂടി കഴിയുന്ന ആദ്യ ഭാഗത്തിന് ശേഷമാണ് അവർക്ക് ചൂതുകളിയിൽ തോറ്റ് കാട്ടിൽ പോകേണ്ടി വരുന്നതും രണ്ടുപേരും വേർപിരിയുന്നതും കാർക്കോടകനെ കാണുന്നതും. ഇങ്ങനെ വളരെ സങ്കീർണമായ നാടകീയ തലങ്ങൾ വരുന്നത് മുഴുവൻ 2, 3, 4 ദിവസങ്ങളിലാണ്. പക്ഷേ ശ്രീഹർഷൻ ഒന്നാം ദിവസത്തെ കഥ, നളചരിതത്തിൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ ഒന്നാം ദിവസത്തെ കഥയോടുകൂടി 22 സർഗങ്ങൾ പൂർത്തീകരിച്ചു. 18ാം സർഗം തൊട്ട് 21ാം സർഗം വരെ 3 സർഗവും ഈ നള ദമയന്തിമാരുടെ മധുവിധുവാണ് വർണ്ണിക്കുന്നത്. ഇവിടെയാണ് വാസ്തവത്തിൽ ഇങ്ങനൊരു വിഷയം തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം, നൈഷധവും നളചരിതവും എന്നുള്ളൊരു വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം. എങ്ങനെ 12ാം നൂറ്റാണ്ടോട് കൂടി സംസ്കൃതം പണ്ഡിത മാത്ര ഗ്രാഹ്യമായ ഒന്നായി തീർന്നുവെന്നും മറ്റുള്ള നാടൻ ഭാഷകൾ അല്ലെങ്കിൽ അതാത് വെർണാകുലർ ഭാഷകൾ, ഹിന്ദിയാവാം, അതാത് നാട്ടിലുള്ള ഭാഷകൾ ശക്തി പ്രാപിക്കുകയും സംസ്കൃതം ഒരർത്ഥത്തിൽ ഒതുങ്ങിപ്പോകേണ്ട ഒരവസ്ഥ വന്നത് ഇത്തരം പണ്ഡിതന്മാരുടെ കസർത്ത് കൊണ്ടുകൂടിയായിരുന്നു. ഇതാണ് സംസ്കൃതത്തിന് വന്ന വലിയൊരു അപജയം. സംസ്കൃതത്തിനെ നശിപ്പിച്ചത് പുറത്തു നിന്നുള്ള ശക്തികളല്ല, സംസ്കൃതത്തിലെ തന്നെ അതിപണ്ഡിതന്മാരായ, തീവ്രപണ്ഡിതന്മാരായ ഇത്തരം ആൾക്കാരെ ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ വിദ്വാൻമാർക്ക് മാത്രം പറ്റാവുന്ന രീതിയിലുള്ള കാവ്യമാക്കി. നൈഷധം വിദ്വദൌഷധം എന്നാണ് ചൊല്ല് തന്നെ. മാത്രമല്ല അദ്ദേഹം തന്നെ കാവ്യത്തിൽ പറയുന്നുണ്ട്, ഈ ടെക്സ്റ്റ് മുഴുവൻ എഴുതി കഴിഞ്ഞിട്ട് 22 സർഗമുള്ള നൈഷധീയ ചരിതം എഴുതി കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത്, ഞാനിതിൽ ബുദ്ധിമുട്ടി വളരെ കുറെ കെട്ടുകൾ ഇട്ട് വെച്ചിട്ടുണ്ട്, അത് സാധാരണക്കാർക്കൊന്നും വായിച്ചാൽ മനസ്സിലാവില്ല. വളരെ വിഷമപ്പെട്ട് ആശാന്റെ അടുത്ത് പോയി ഓരോ പദങ്ങളും അഴിച്ചെടുത്ത് വായിച്ചു നോക്കുന്നവന് ചിലപ്പോൾ കുറച്ചൊക്കെ മനസ്സിലായി എന്ന് വരും. ഗ്രന്ഥഗ്രന്ഥിരിഹ ക്വചിത് ക്വചിതഭിന്യാസി പ്രയത്നാതുമയ, ഞാൻ വളരെ വിഷമിച്ച് കുറെ കെട്ടിട്ട് വെച്ചിട്ട് ഗ്രന്ഥഗ്രന്ഥികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രാജ്ഞമന്യമനാ ഹഠേന പഠിതി മാസ്മിൻ ഖലക്കേലതു, ഇവിടെ നിസ്സാരക്കാരൊന്നും വന്ന് കളിക്കൊന്നും വേണ്ട. ശ്രദ്ധാരാധ ഗുരുശ്രുതീകൃത ദൃഢഗ്രന്ഥി സമാസാദയത്വേദത് കാവ്യരസോർമി മജ്ജന സുഖവ്യാസജ്ജനം സജ്ജന. ഇതിലെ ഓരോന്നിൻ്റെയും കെട്ടക്കഴിച്ച് വേണ്ട പോലെ ശ്രദ്ധിച്ചു പോകുന്ന ഒരാൾക്ക് മാത്രം അതിൻ്റെ എന്തെങ്കിലും അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കാം. കഴിഞ്ഞില്ല. പിന്നെ അദ്ദേഹം പറയാണ്, ചെറിയ പിള്ളേർക്കൊന്നും സുന്ദരിയായിട്ടുള്ള സ്ത്രീകളെ കണ്ട ഇഷ്ടാവില്ല അത്രേ. പരമരമണീയാവിയായിട്ടുള്ള എൻ്റെ ഈ കാവ്യം കുമാരാണാം അന്ധക്കരണഹരണം നൈവഗുരുതേ. കുമാരന്മാർക്കൊന്നും അന്ധക്കരണഹരണം ഉണ്ടാവില്ല, മനസ്സിനെ ഹരിക്കാൻ പോലല്ല. മധുക്തിശ്ചേത് അന്തർമതയതി സുധീഭൂയ സുധിയ, ഇത് നല്ലപോലെ ആസ്വദിക്കാൻ കഴിയുന്ന പണ്ഡിതന്മാർക്ക് അമൃത് പോലെയായിട്ട് ആസ്വദിക്കാനും പറ്റും എന്ന് അദ്ദേഹം വാചാടോപത്തോടു കൂടി പറയുന്നുമുണ്ട്. അപ്പോൾ നൈഷധീയ ചരിതം എന്ന് പറയുന്നത് വളരെ പണ്ഡിതോചിതമായ കടുപ്പമുള്ള ഒരു കാവ്യം തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് വന്ന ഒരു ഗുണം അല്ലെങ്കിൽ ദോഷം എന്ന് പറയുന്നത്, നളനെ സംബന്ധിച്ച് സംസ്കൃതത്തിലും മലയാളത്തിലും ധാരാളം കൃതികൾ ഉണ്ടായിട്ടുണ്ട്. ഈ ശ്രീഹർഷന് മുമ്പ് തന്നെ ത്രിവിക്രമഭട്ടൻ അദ്ദേഹത്തിൻ്റെ നളചമ്പു അല്ലെങ്കിൽ ദമയന്തി കഥ, ഇന്നലത്തെ ചർച്ചയിലുണ്ടായിരുന്നല്ലോ, നളൻ്റെ പേരാണെങ്കിലും ദമയന്തി കഥ എന്നുകൂടി ഇതിനൊരു പേരുണ്ട്. ദമയന്തിക്ക് പ്രാധാന്യമുണ്ട്, തുല്യ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. രാമായണത്തിലും വാൽമീകി അവസാനം പറയുന്നത് അങ്ങനെയാണ്. രാമായണത്തിലെ ഏറ്റവും അവസാനം വാൽമീകി പറയുന്നത്, ഇതം രാമായണം കൃഷ്ണം സീതായാശ്ചരിതം മഹത് എന്നാണ്. രാമായണം എന്നാണ് പേര്, രാമൻ്റെ അയനാണെങ്കിലും ഇത് സീതയുടെ മഹത്തായിട്ടുള്ള ചരിതമാണ് എന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ത്രിവിക്രമഭട്ടൻ നളചമ്പു എഴുതുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇതിന് വേറൊരു പേരും കൂടിയുണ്ട്, ദമയന്തിയുടെ കഥ എന്നാണ് പേര്. അതിനുശേഷമാണ് മലയാളത്തിലെ ഏറ്റവും മനോഹരമായ മറ്റൊരു ചമ്പുകാവ്യമായ ഈ മഴമംഗലത്തിൻ്റെ ഭാഷാ നൈഷധ ചമ്പു വരുന്നത്. ഈ 51 അക്ഷരാളി എന്ന് പറഞ്ഞ മനോഹരമായ ശ്ലോകത്തോടു കൂടി തുടങ്ങുന്നതാണ് ഭാഷാ നൈഷധ ചമ്പു. ഇതിന് ശേഷം നളോദയം മുമ്പ് വരുന്നുണ്ടായിട്ടില്ല, ഞാനത് കണ്ടിട്ടില്ല. 9-10 നൂറ്റാണ്ടിൽ തിരുവള്ളക്കാവ് അടുത്തൊരു വാരസ്യാർ നളകഥ എന്നുള്ള പേരിൽ ഒരു കൃതി എഴുതിയതായിട്ട് കേൾക്കാനുണ്ട്. ഈ തിരുവള്ളക്കാവ് വാര്യത്തിൻ്റെ അമ്പലത്തിൻ്റെ കഴകം പട്ടേരിമാരൊക്കെയായിരുന്നു. അവിടെ ഒരു വാസുദേവ യമക കവി എന്ന് പറഞ്ഞ് വളരെ പ്രസിദ്ധനായിട്ടുള്ള കവി ഉണ്ടായിരുന്നു. അദ്ദേഹം 4 യമക കാവ്യങ്ങൾ, യുധിഷ്ഠിര വിജയം തുടങ്ങിയിട്ടുള്ള ശൗരികഥോദയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാവ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒക്കെ യമക കാവ്യങ്ങളാണ്. കൂട്ടത്തിൽ അവിടെ ഒരു ഫലിതം കൂടി പറയുന്നുണ്ട്. നമ്മുടെ വടക്കൻകൂർ പറയുന്നത്,
ഒരു ദിവസം വാസു പട്ടേരി, അന്ന് അദ്ദേഹം ബുദ്ധിയുള്ള ആളൊന്നും ആയിരുന്നില്ല, എവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് വൈകിയപ്പോൾ പിന്നെ ഇല്ലത്തേക്ക് പോയില്ല, പകരം അമ്പലത്തിൽ തന്നെ കൂടി. തണുപ്പുണ്ടായിരുന്നുകൊണ്ട് അവിടെ വാരസ്യാരെ ഉണക്കാൻ വെച്ചിരുന്ന വിറകൊക്കെ എടുത്ത് തിളപ്പള്ളിയിലെടുത്ത് കത്തിച്ച് തീ കാഞ്ഞിരുന്നു. അപ്പോൾ തേവർ പ്രത്യക്ഷപ്പെട്ട് ഒരു കദളിപ്പഴം കൊടുത്തു. ആ കദളിപ്പഴം തിന്ന് തൊലി അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ വാരസ്യാരെ വന്ന് അടിച്ചു വരാൻ വന്നപ്പോഴാണ് ഈ പട്ടേരി വിറകൊക്കെ എടുത്ത് കത്തിച്ചിരുന്നു. അപ്പോൾ പട്ടേരിയോട് ചോദിച്ചു, എന്തിനാ വിറകെടുത്തത് പട്ടേരി എന്ന് ചോദിച്ചു. കാരണം ഇയാളൊരു പൊട്ടൻ പട്ടേരിയാണ്, അപ്പോൾ ആരും ഗവനിക്കാറില്ല, ധൈര്യമായിട്ട് ചോദിക്കാം. എന്തിനാ പട്ടേരിയെ വിറകെടുത്തതെന്ന് ചോദിച്ചു. ഇദ്ദേഹം വിറകെടുപ്പാൻ വിറകെടുത്തു എന്ന് പറഞ്ഞു അത്ര. അപ്പോഴാണ് മനസ്സിലായത് ഇദ്ദേഹം ചില്ലറക്കാരനല്ല, നല്ല ബുദ്ധിയുള്ള ആളാണെന്ന്. അപ്പോൾ വാരസ്യാരെ ഉടനെ ചെയ്തത് ആ പഴത്തിൻ്റെ തൊലി തിന്നു എന്നാണ് വടക്കുംകുറി പറയുന്നത്. അതുകൊണ്ട് തൊലി തിന്നു കഴിഞ്ഞപ്പോൾ വാരസ്യാർക്കും ചെറിയൊരംശം അതിൻ്റെ ഗുണം കിട്ടില്ല. അങ്ങനെയാണ് ഈ നളകഥ എഴുതിയത് പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ ആ ടെക്സ്റ്റ് അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. നളോദയം എന്ന് പറഞ്ഞ് മറ്റൊരു കവിതയുണ്ട്, അത് TR നായർ എഴുതിയിട്ടുള്ള മലയാളത്തിലുള്ളൊരു കവിയാണ്, അത് കണ്ടിട്ടുണ്ട്. അതുപോലെ ഈ 22 സർഗത്തിലെ നളകഥയുടെ ആദ്യ ഭാഗം മാത്രമാണ് ശ്രീകൃഷ്ണൻ എഴുതിയത്. അത് പൂരിപ്പിച്ചിട്ട് നമ്മുടെ നാട്ടുകാരൻ ഒരാൾ സംസ്കൃതത്തിലൊരു കവി എഴുതിയിട്ടുണ്ട്, ഉത്തരനൈഷധം എന്നുള്ള പേരിൽ. 16 സർഗത്തിലെ കുറച്ചും കൂടി ഒതുക്കത്തോടു കൂടി തൃശ്ശൂരിനടുത്ത് നമ്മുടെ പെരുവനം ഗ്രാമത്തിൽ തന്നെ പെട്ട ആരൂര് മാധവനടിതിരി എന്ന് പറഞ്ഞൊരാൾ ഒരു 200 കൊല്ലം മുമ്പ് ഉത്തരനൈഷധം എന്നുള്ള പേരിൽ ഈ ബാക്കിയുള്ള കഥ മുഴുവൻ, ബാക്കി 3 ദിവസത്തെ നളയരത്തിൽ വരുന്ന കഥകൾ മുഴുവൻ ഒതുക്കി സംഗ്രഹിച്ച്, എന്നാൽ മിക്കവാറും കാളിദാസൻ്റെ ശൈലിയിലാണ് എഴുതിയിരിക്കുന്നത്. ശ്രീകൃഷ്ണൻ്റെ ശൈലി എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം അത് പണ്ഡിതോചിതമായിട്ടുള്ളൊരു ശൈലിയാണ്. അങ്ങനെ ആരൂർ മാധവനടിതിരി ഉത്തരനൈഷധം എന്നുള്ള പേരിൽ ഒരു മഹാകാവ്യം എഴുതിയിട്ടുണ്ട്. പിന്നെ അടുത്തൊരു ദിവസം ഉഷ ടീച്ചർ എനിക്ക് തന്നൊരു പുസ്തകം ഉണ്ടായിരുന്നു. അതിൽ നൈഷധാനന്ദം എന്നുള്ള പേരിൽ ക്ഷേമീശ്വരൻ്റെ ഒരു നാടകം, സംസ്കൃതത്തിൽ ഉള്ളൊരു 12-13 നൂറ്റാണ്ടിൽ എഴുതിയിട്ടുള്ളൊരു നാടകം, അതും കാണാനിടയായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നളൻ്റെ കഥയെ അടിസ്ഥാനപ്പെടുത്തിയ ഒട്ടനവധി കൃതികളുള്ളതിൽ വെച്ച് സംസ്കൃത പണ്ഡിതന്മാരെ ഏറ്റവും കൂടി ആശ്രയിക്കുന്നത് ശ്രീഹർഷൻ്റെ നൈഷധീയ ചരിതം അഥവാ നൈഷധം എന്ന് ചുരുക്കി പറയാവുന്ന കൃതിയാണ്. ഈ കൃതിയിലെ ആദ്യത്തെ ഭാഗം നമ്മുടെ കഥകളിയിലാണെങ്കിൽ നാരദൻ വരുന്നതോട് കൂടിയിട്ടാണെന്ന് നമുക്കറിയാം. മറ്റേതിൽ അങ്ങനെയല്ല, ഹംസം തന്നെയാണ് വരുന്നത്. നളനെക്കുറിച്ച് വർണ്ണിക്കുന്നു. നളൻ പലരിൽ നിന്നും കേട്ടറിവ് വെച്ച് ദമയന്തിയോടും, ദമയന്തിക്ക് അതുപോലെ നളനോടും അനുരാഗമുണ്ട്. ആ സമയത്ത് ഒരിക്കൽ ഉപവനത്തിലേക്ക് ഉദ്യാനത്തിലേക്ക് പോയപ്പോൾ ഹംസത്തെ കാണുന്നു. ആ ഹംസത്തെ പിടിക്കുന്നതോട് കൂടിയിട്ടാണ് ഈ നൈഷധം എന്ന് പറയുന്ന കാവ്യം ആരംഭിക്കുന്നത്. പക്ഷെ ഉണ്ണായി വാര്യരുടെ നളചരിതമെത്തുമ്പോഴേക്കും അവിടെ ഔചിത്യത്തോടു കൂടി ആദ്യം വരുന്നത് നാരദനാണ്. നാരദൻ വന്ന് പറയുന്ന വരികൾക്ക് പോലും വളരെ ഔചിത്യമുണ്ട്. ഉണ്ണായി വാര്യരുടെ ഔചിത്യം പറയാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ നമ്മൾ നൈഷധത്തിനെ സ്വീകരിക്കുന്നത് തന്നെ. കുണ്ടിനപുരിയിലുണ്ടു സുന്ദരീ ദമയന്തീതി കന്യകാരത്നം അവളിൽ വൃന്ദാരകന്മാർക്കും മോഹം. ഇവിടെ കന്യകാരത്നം എന്നൊരു രത്നപ്രയോഗമുണ്ടല്ലോ, അത് പിന്നീട് ഇങ്ങനെ വ്യാപിച്ചു പോവുകയാണ്. ത്വംജാപി രത്നം നാരീണാം അല്ലേ, നളനെക്കുറിച്ച് പറയുമ്പോഴും അങ്ങനെ പറയുന്നുണ്ട്. ഈ ദമയന്തി രത്നമാണെന്ന് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞില്ല, ഈ കന്യകാരത്നം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ കവി അടുത്ത പ്രോസസ്സ് കൂടി അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. രത്നമെല്ലാം നിനക്കുള്ളൂ, യജ്ഞമേ ദേവകൾക്കുള്ളൂ, യത്നമേതദർത്ഥം നൃപസത്തമ നിനക്കു യോഗ്യം. കണ്ടോ, ഒരു വാക്ക് പറയുമ്പോൾ പോലും അതിനെ എങ്ങനെ മനോഹരമായി പിന്നീട് വരുന്ന ആശയങ്ങളുമായി കണക്ട് ചെയ്യാമെന്നുള്ളത് ഇദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ നൈഷധത്തിൽ അങ്ങനെയല്ല. നൈഷധത്തിൽ നളൻ്റെ സൗന്ദര്യം വർണ്ണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. നളൻ്റെ ദേഹത്ത് 3 കോടിയിലധികം രോമകൂപങ്ങളുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ശാസ്ത്രീയമായിട്ട്. ചിലപ്പോൾ ശാസ്ത്രീയമായിട്ട് ശരിയാവാം കേട്ടോ, കാരണം ഒരു അനാറ്റമി പഠിച്ച ആളോട് ചോദിച്ചാൽ ചിലപ്പോൾ 3 കോടി രോമങ്ങളൊക്കെ ഒരാളുടെ 3.5 കോടിയോളം രോമം ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളെ ടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട അടയാളങ്ങളാണെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രതിഭ. കിമസ്യ ലോമനാം കപടേന കോടിപി അജീഗണ ഗുണാൻ എന്നാണ് വയ്ക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഗുണങ്ങളെ ഈ ഒരു ഗുണം ഉണ്ട് ടിക്ക്, അപ്പോൾ ഒരു രോമം. ഇങ്ങനെ തീരെ പ്രതിഭയുണ്ട്, പക്ഷേ അരസിക പ്രതിഭയോട് കൂടിയിട്ടാണ് അദ്ദേഹം നളൻ്റെ സൗന്ദര്യത്തെ പോലും പലപ്പോഴും വർണ്ണിക്കുന്നത്. അപ്പോൾ എന്നെ പഠിപ്പിച്ച ഒരു വളരെ പ്രായം ചെന്ന ഗുരുനാഥൻ,
അവിടെ പി സി മുരളീമാധവ മാഷിൻ്റെ അച്ഛൻ ഒരു പി സി വാസുദേവൻ അളയത് എന്ന് പറഞ്ഞിട്ട് വളരെ മഹാപണ്ഡിതനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം നൈഷധം പഠിപ്പിക്കുമ്പോൾ ഒരിക്കൽ പറയാണ്, ദമയന്തിക്ക് കൊട്ടാരത്തിൽ ഒരു കളിക്കുന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഭീമരാജാവ്. പച്ചമരതക കല്ലുകൾ പതിച്ച വലിയ ഒരു കളിക്കുന്ന്. ഈ കളിക്കുന്നിലേക്ക് രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ സൂര്യരശ്മികൾ ഇങ്ങനെ പതിക്കുമ്പോൾ ഇളം പച്ച നിറത്തിലുള്ള രശ്മികൾ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തേരിലുള്ള കുതിരകളുണ്ടല്ലോ, 7 കുതിരകൾ. ഈ 7 കുതിരകൾക്കും ദിവസേന നല്ല ഇളം പുല്ല് കൊടുത്തതിൻ്റെ ഭാഗ്യം ദമയന്തിക്ക് ദിവസേന കിട്ടിയിരുന്നു എന്ന് പറയുന്നൊരു ശ്ലോകമുണ്ട്. ഇത് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് മാഷ്, അത്രയും പഴയ ആളാണ്, ഇങ്ങനെ ഇപ്പോഴത്തെ പോലെയല്ല, തനി യാഥാസ്ഥിതികന്മാർ ഓർത്തഡോക്സ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് പോലും പറയാതിരിക്കാൻ പറ്റിയില്ല, വാസ്തവത്തിൽ ശാപവും കിട്ടിയിട്ടുണ്ടാവുക. കാരണം പുല്ലാണെന്ന് വിചാരിച്ച് കടിക്കുന്നു, പക്ഷെ പുല്ലില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത് പിന്നീടാണ് എന്ന് ഇളയത് മാഷ് പോലും ഒരു 50 കൊല്ലം മുമ്പാണ് ഈ സാരസ്യം പറയുന്നത്. അപ്പം ഇങ്ങനെ പലപ്പോഴും കവി തൻ്റെ പ്രാഗൽഭ്യം കാണിക്കാൻ വേണ്ടി മാത്രം നളനെയും ദമയന്തിയെയും ബലി കൊടുക്കുന്ന രീതിയിൽ വിസ്തരിച്ചാണ് പറയുന്നത്. 2-ാമത്തെ സർഗത്തിലെ ഹംസവുമായുള്ള നളൻ്റെ സംഭാഷണമാണ്. 3-ലെ ഹംസം യാത്രയാകുന്നു, അവസാനം വിദർഭയിലെത്തുന്നു. അവിടെ ഭാഗ്യത്തിൽ നമ്മളെ നളചരിതത്തിനെ കുറിച്ച് പറഞ്ഞാൽ വേറൊരാളെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഏറ്റവും പറയേണ്ട ഒരാൾ തന്നെയാണ് പഞ്ചതന്ത്രം, ഈ കുഞ്ചൻ നമ്പ്യാർ. പലതരം തുള്ളൽ കഥകൾ എഴുതിയിട്ടുള്ള കുഞ്ചൻ നമ്പ്യാരുടെ നള ചരിതം തുള്ളലുണ്ട്. അതിൽ ഈ സന്ദർഭത്തിൽ ഹംസം നളൻ്റെ അവിടെ നിന്ന് ദമയന്തിയുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് കേരളത്തിലൊരവസ്ഥ കൂടി വർണ്ണിക്കുന്നുണ്ട്. നമ്പ്യാർ എപ്പോഴും സാമൂഹ്യ വിമർശനത്തിന് വേണ്ടി നമ്മുടെ പുരാണ കൃതികളെ സ്വീകരിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത് പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം പറയുന്നൊരു കാര്യം എന്താണ്? നായർ വിശന്ന് വലഞ്ഞു വരുമ്പോൾ കായക്കഞ്ഞി കരിയിട്ടില്ല, ആയുധ കണ്ട് കലമ്പിച്ചെന്ന ആയുധമുടനെ കാട്ടിലെറിഞ്ഞു. വെളിച്ചപ്പാടിൻ്റെ ദിവ്യമായിട്ടുള്ള വാള് കാട്ടിലേക്ക് എറിഞ്ഞു. ചുട്ടുപഴുത്ത് കിടക്കും വെള്ളം കുട്ടികൾ തന്നോട് തലയിലൊഴിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് കെട്ടിയ പെണ്ണിനെ മടി കൂടാതെ കിട്ടിയ വടി കൊണ്ട് ഒന്ന് കൊടുത്തു. പ്രാസൊപ്പിച്ചിട്ടൊക്കെയാണ് പറയുന്നത്, അടിക്കുന്നത്. ഇതുകൊണ്ട് അരിശം തീരാഞ്ഞിട്ട് അവൻ ആ പുരയുടെ ചുറ്റും വണ്ടി നടന്നു. ഹംസം നളൻ്റെ അവിടെ നിന്ന് സന്ദേശമായിട്ട് പോകുന്ന വഴിക്ക് ഒരു കേരളത്തിലെവിടെയോ മധ്യ കേരളത്തിലെവിടെയോ ആയിരിക്കണം തെങ്ങുമോ വന്നിരിക്കുകയാണ്. അപ്പോഴാണ് ഈ താഴെ കണ്ട കാഴ്ച വർണ്ണിക്കുന്നത്. അത് നമ്പ്യാരാജ് ചെയ്യുമ്പോൾ ഔചിത്യമുണ്ട്. പക്ഷേ ശ്രീഹർഷനെ പോലെയുള്ള ഒരാൾ, നളൻ്റെ ഹൃദയം മനസ്സിലാക്കേണ്ട ഒരാൾ ഇതുപോലെ കാട് കയറി പോകുമ്പോൾ പലപ്പോഴും പ്രശ്നമാണ്. 4-ാമത്തെ സർഗത്തിലെ ദമയന്തിയുടെ വിരഹവർണ്ണനയാണ് വർണ്ണിക്കുന്നത്. അതോടുകൂടി തന്നെ വിവാഹ നിശ്ചയം കൂടി തുടങ്ങുന്നുണ്ട്. 5-ാം സർഗം മുതൽ 14-ാം സർഗം വരെ വിവാഹത്തിൻ്റെ ഉത്സവാഘോഷങ്ങളാണ് വർണ്ണിക്കുന്നത്. പല ദിക്കിൽ നിന്നും പല ആൾക്കാർ വരുന്നു, അവരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ വളരെ വിസ്തരിച്ചാണ് നൈഷധത്തിൽ പറയുന്നത്. 10-ാമത്തെ സർഗത്തിലെ 4 ദേവന്മാരെ അവിടെ വരുന്നുള്ളൂ എന്ന് നമുക്കറിയാം. ഇന്ദ്രൻ, അഗ്നി, യമൻ, വരുണൻ, ഈ 4 പേരെ വരുന്നുള്ളൂ. അപ്പോൾ ശ്രീഹർഷൻ ആലോചിച്ചു, ബാക്കി 10 പേരിൽ 6 പേര് ബാക്കിയുണ്ട്. അതായത് 8 ദിക്കുകളും പിന്നെ മുകളിലും താഴെ, മുകളിൽ ബ്രഹ്മാവ് ഇല്ലേ, താഴെ അനന്തൻ, ഇങ്ങനെയാണല്ലോ അവസ്ഥ. അപ്പം ഈ 6 പേര് എന്താണ് വരാത്തതെന്ന് താൻ എഴുതിയില്ലെങ്കിൽ അത് അനൗചിത്യമാകുമെന്ന് കരുതിയിട്ട് ഇത് ഓരോന്നും പറഞ്ഞു. ഈശാനകോണിൽ ശിവനാണുള്ളത്. ശിവന് വരാൻ പറ്റണം, ശിവന് വരണമെന്ന് മോഹമൊക്കെ ഉണ്ട്. പക്ഷേ പാതി ദേഹം പാർവതി പകുത്ത് വാങ്ങിച്ചു കഴിഞ്ഞു, അർദ്ധനാരീശ്വരാണ്. അപ്പോൾ അവളെ കൂട്ടാക്കാതെ ഇയാൾക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് ശിവന് വരാൻ പറ്റില്ല. അതുപോലെ വായുകോണിൻ്റെ ദേവത വായു ഭഗവാനാണ്. അദ്ദേഹത്തിൻ്റെ വാഹനം ഒരു മൃഗമാണ്, മാനാണ്. അപ്പോൾ ഈ മാനാണെങ്കിൽ പണ്ടേ തന്നെ ദമയന്തിയുടെ കണ്ണ് കണ്ടിട്ടുണ്ട്. മൃഗം ദൃഗംബോരുഹ തർജിതമാണ്. ദമയന്തിയുടെ കണ്ണിൻ്റെ ഇതുകൊണ്ട് തന്നെ സ്വയം ഭീഷണി, അല്ലെങ്കിൽ ഇനി ആ വഴിക്ക് പോയ കാര്യമില്ല, എൻ്റെ കണ്ണൊക്കെ മോശമാണ്, ദമയന്തിയുടെ കണ്ണ് അത്രയും മനോഹരമാണെന്ന് അറിയാം. അതുകൊണ്ട് വാഹനം പണിമുടക്കി, ഞാൻ ആ വഴിക്കാണെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് വായു ഭഗവാന് വരാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. അനന്തന് പിന്നെ എങ്ങനെയാണ് വരാൻ പറ്റുക? അദ്ദേഹം ഈ ഭൂമിയെ താങ്ങി എല്ലായ്പ്പോഴും നിൽക്കുകയാണ്, വേറെ ആരും പറ്റിയ ആളില്ല. അതുകൊണ്ട് അദ്ദേഹവും പുറപ്പെട്ടില്ല. ബ്രഹ്മാവിനും വരണമെന്നുണ്ടായിരുന്നു. മുതുക്കനാണെങ്കിലും ബ്രഹ്മാവിനും വരണമെന്ന് മോഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ശ്രുതിഗ്രന്ഥങ്ങൾ എല്ലായിടത്തും നോക്കി, എവിടെയെങ്കിലും ഈ പിതാമഹനും മോളുമായിട്ടുള്ള 2-3 തലമുറ വ്യത്യാസം ഉണ്ടല്ലോ, വിവാഹം, അങ്ങനെ ഒരു ഇത് കാണാനില്ല. അപ്പോൾ അദ്ദേഹം അതും വേണ്ടെന്ന് വെച്ചു. ഇങ്ങനെ ഓരോരുത്തരും വരാത്തത് എന്താണെന്ന് പോലും സമർത്ഥിച്ചുകൊണ്ട് പണ്ഡിതോചിതമായ രീതിയിൽ, അഥവാ കാവ്യാത്മകമല്ലാത്തൊരു രീതിയിലാണ് ശ്രീഹർഷൻ
തൻ്റെ നൈഷധം മുഴുവൻ ചിട്ടപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞു 18ാമത്തെ സർഗം തുടങ്ങി 21ാമത്തെ സർഗം വരെ. അതിൽ 17ാമത്തെ സർഗത്തിൽ 2ാം ദിവസത്തെ കഥയുടെ ഒരു ചെറിയ ഭാഗം വരുന്നുണ്ട്. കലി വൈകി പുറപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. 2ാം ദിവസത്തിൽ ഇവരുടെ ആ കോലയ വിലോചന എന്നുള്ള പദമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കലി ഇന്ദ്രനായിട്ട് വരുന്നൊരു സന്ദർഭം. അവിടെ ഇന്ദ്രനായിട്ട് കാണുമ്പോൾ പോകണ്ട, ഞങ്ങളൊക്കെ അനുഗ്രഹിച്ചു വിട്ടതാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും ഇവരെ തമ്മിൽ തല്ലിച്ചേ പോരുള്ളൂ, നിങ്ങൾക്ക് പോലും കിട്ടാത്ത ഒരാളെ അയാൾ അനുഭവിക്കണ്ടെന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞ് നളൻ്റെ നിഷതയിൽ വന്ന് താമസിച്ച് 12 കൊല്ലം ഇത് വല്ല പഴുതുണ്ടോ എന്ന് നോക്കി നിൽക്കുന്ന ഒരു കാര്യം 17ാമത്തെ സർഗത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അത്രമാത്രമേ ഉള്ളൂ. വേറെ ഒന്നും 2ാം ദിവസം തൊട്ടുള്ള ഒരു വൃത്താന്തവും വരുന്നില്ല. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ നൈഷധീയ ചരിതത്തിലെ നളകഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്നും തന്നെ സ്പർശിച്ചിട്ട് പോലുമില്ല. എങ്കിലും ഉണ്ണായി വാര്യർ നളചരിതം എഴുതുമ്പോൾ ശ്രീഹർഷൻ്റെ നൈഷധം കമ്പോട് കമ്പ് പഠിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. ശ്രീഹർഷൻ എന്താണോ സാമാന്യം പോറായ രീതിയിൽ അല്ലെങ്കിൽ അത്ര രസമില്ലാത്ത രീതിയിൽ പറഞ്ഞത്, അതിനെ വളരെ കാവ്യാത്മകമായി ചാരുതയോടുകൂടി പറയുന്ന കാര്യത്തിൽ ഉണ്ണായി വാര്യർ വളരെയധികം വിജയിച്ചിട്ടുണ്ട്. ഉണ്ണായി വാര്യരുടെ നളചരിതത്തിന് ദേശമംഗലത്തെ വാര്യരുടെ വ്യാഖ്യാനമുണ്ട്. AR രാജരാജവർമ്മയുടെ കാന്താരതാരകം എന്നുള്ള വ്യാഖ്യാനമുണ്ട്. മറ്റു ദീപിക എന്നാണ് പേര്. പിന്നെ MH ശാസ്ത്രികളുടെ വളരെ മനോഹരമായുള്ള രസികരഞ്ജിനി എന്ന് പറഞ്ഞ വ്യാഖ്യാനമുണ്ട്. പിന്നെ പല ടെക്സ്റ്റുകളും താൽക്കാലികമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ എഴുതിയുള്ളത്. കൃഷ്ണനായരുടെ ആട്ടപ്രകാരം ഉണ്ട് നളചരിതത്തിന്. അങ്ങനെ പല വ്യാഖ്യാനങ്ങളുണ്ട്. ഇതിൽ MH ശാസ്ത്രികൾ സംസ്കൃത പണ്ഡിതനായിരുന്നു. അദ്ദേഹം ഗിരിജാകല്യാണവും ശ്രീരാമ പഞ്ചശതിയും അതുപോലെ ഉണ്ണായി വാര്യരുടെ നളചരിതവും നൈഷധവും ഒക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം ഏതാണ്ട് 250ഓളം ദിക്കിലെ തൊട്ടോ തൊടാതെയോ നൈഷധത്തിൽ നിന്നുള്ള ആശയങ്ങളെ ഇദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്, ഉണ്ണായി വാര്യർ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തി. അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം വളരെ ഗംഭീരമാണ്. ഒരുപക്ഷെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള വ്യാഖ്യാനമാണ് MH ശാസ്ത്രികളുടെ. മരിച്ചിട്ടൊരു 10 കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ. 106 വയസ്സ് വരെ ജീവിച്ചിരുന്നൊരു മഹാപണ്ഡിതനായിരുന്നു. തിരുവനന്തപുരത്താണ് ജീവിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വ്യാഖ്യാനമാണ്, അത് സാഹിത്യ അക്കാദമി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള വ്യാഖ്യാനമാണ്, വിസ്തൃതമായിട്ടുള്ള വ്യാഖ്യാനമാണ്. മുമ്പ് പലരും പറയാത്ത പല കാര്യങ്ങളും ഭംഗിയായിട്ട് സമർത്ഥിച്ചിട്ടുള്ള ഒരു വ്യാഖ്യാനം കൂടിയാണ് അത്. അപ്പം ഇങ്ങനെ നൈഷധത്തിൻ്റെ അംശങ്ങളെ ആശയങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഉണ്ണായി വാര്യർ പലപ്പോഴും പുതിയ പ്രപഞ്ചം സൃഷ്ടിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും കർക്കിടക മാസത്തിൽ വായിക്കുന്ന ഒരു കൃതിയാണ് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം എന്ന് നമുക്കറിയാം. ഈ അധ്യാത്മരാമായണം വാസ്തവത്തിൽ ഒരു തർജ്ജമയാണ്. 10-11 നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടിട്ടുള്ള അധ്യാത്മരാമായണം എന്ന് പറയുന്ന സംസ്കൃത കൃതിയുടെ സ്വതന്ത്ര തർജ്ജമയാണ് എഴുത്തച്ഛൻ്റെ കൃതി. പക്ഷെ എഴുത്തച്ഛൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അത് വെറും തർജ്ജമ മാത്രമല്ല, സീത മാലയും എടുത്ത് രാമന് ആ വില്ല് കൊലച്ചതിന് ശേഷം രാമൻ്റെ കഴുത്തിൽ മാലയിടാൻ വരുമ്പോൾ ഒറിജിനൽ സംസ്കൃതം ടെക്സ്റ്റിൽ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എഴുത്തച്ഛൻ പറയുന്നത് എന്താണ്? മുന്നാലെ നേത്രോൽപ്പലയ മാലയും ഇട്ടിയിടിനാൽ പിന്നാലെ വരണാർത്ഥ മാലയും ഇട്ടാളല്ലോ എന്നാണ് പറയുന്നത്. ആദ്യം മനോഹരമായിട്ട് ആ രാമനെ ഒന്ന് കടാക്ഷിച്ചു, കണ്ണു പതുക്കണം തുറന്നു നോക്കി എന്നുള്ളതിനെയാണ് കവി മുന്നാലെ നേത്രോൽപ്പലമാലയും ഇട്ടിയിടിനാൽ പിന്നാലെ വരണാർത്ഥമാലയും ഇട്ടാളല്ലോ എന്ന് പറഞ്ഞത്. ഇതുപോലെ സാമാന്യം നിർജീവമായ സാമാന്യം പണ്ഡിതോചിതമായ ഒരു ടെക്സ്റ്റിൽ നിന്ന് ആശയങ്ങളെ സ്വീകരിച്ചുകൊണ്ട് തന്നെ അതിമനോഹരമായ ബിംബങ്ങളാക്കി മാറ്റാൻ ഉണ്ണായി വാര്യർക്ക് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവെ സംസ്കൃതത്തോടും സംസ്കൃത സംബന്ധികളായ അതിന് മലയാളത്തിലുണ്ടായ കൃതികളോടും പുച്ഛമുണ്ടായിരുന്ന മുണ്ടശ്ശേരി മാഷ് പോലും വളരെ വിമർശനാത്മകമായി മാത്രം എല്ലാവരെയും വെട്ടിനിരത്തുന്ന മുണ്ടശ്ശേരി മാഷ് പോലും ഞാൻ കേരളത്തിൽ നിന്ന് വളരെ ശ്രേഷ്ഠമായ ഒരു 10 കൃതികളുടെ പേര് പറയാൻ പറഞ്ഞാൽ അതിലൊന്ന് നളചരിതമായിരിക്കും എന്നാണ് പറഞ്ഞത്. ഉണ്ണായി വാര്യരുടെ നളചരിതത്തിനെ കേരളത്തിൻ്റെ ശാകുന്തളം എന്നാണ് വിശേഷിപ്പിച്ചത്. അത്രയും മനോഹരമാവാൻ അതാണ് കാരണം. അപ്പോൾ ചില ഉദാഹരണങ്ങൾ മാത്രം, കുറേ ഉദാഹരണങ്ങളുണ്ട്, ഞാൻ കുറേ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ എല്ലാം പറയുന്നില്ല. വളരെ പ്രസിദ്ധമായ നമുക്ക് നളചരിതത്തിൽ അറിയാവുന്ന പദങ്ങൾക്ക് ആ സന്ദർഭത്തിൽ എങ്ങനെയാണ് ശ്രീകൃഷ്ണൻ അതിനെ പറഞ്ഞത്, എങ്ങനെയാണ് ഉണ്ണായി വാര്യർ അതിനെ ഭംഗിയാക്കിയത് എന്ന് ചില സൂചനകൾ മാത്രം പറയാം. ഒന്ന്, നളൻ്റെ വിരഹം. ഏറ്റവും ആദ്യത്തിൽ
നാരദൻ്റെ വാക്ക് കേട്ട് ഉദ്യാനത്തിലേക്ക് പോകുന്ന നളൻ ഉദ്യാനത്തിൽ ചെല്ലുമ്പോൾ ഇതും ഒരു സൈന്യത്താവളം പോലെയുണ്ടല്ലോ എന്നാണ് അല്ലെ പടുതമൻ മദനൻ്റെ പടവീടിതോ വാപി തടവും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അവിടെ ആദ്യം അതിൻ്റെ പല്ലവിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: എന്നോട് ഇജ്ജനത്തോടു പെരികെ വൈരമായി വന്നു ഈശ്വരനും ജഷകേതനും എന്ന് പറയുന്നുണ്ട്. ഇത് വാസ്തവത്തിൽ ശ്രീഹർഷൻ പറഞ്ഞിട്ടുള്ളൊരു വരിയാണ്. സംസ്കൃതത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഉന്മത്തമാസാദ്യ ഹരസ്മരശ്ച ദ്വാവപ്യസീമാം മുതമുദ്വഹേതേ. ഈ ഉന്മത്തനായ വിരഹാവസ്ഥയിലാകെ തളർന്നിരിക്കുന്ന എന്നെ ഹരനും സ്മരനും, അവിടെ ഹരൻ സ്മരൻ എന്നുള്ളൊരു ചെറിയ പ്രാസം മാത്രമേ ഉള്ളൂ, മറ്റോടത്ത് അങ്ങനെയല്ല, ജഷകേതനും എന്ന് സുന്ദരമായിട്ട് തന്നെയാണ് പറയുന്നത്. ഇജ്ജനത്തോടു പെരികെ വൈരമായി വന്നിതീശ്വരനും ഇന്നി ജഷകേതനും. ഊന്നൽ കൊടുക്കണം ജഷകേതനും, കാരണം അവിടെയാണല്ലോ പ്രശ്നം കൂടുതൽ വരുന്നത്. ഇനി നളൻ ഹംസത്തെ പിടിച്ചു കഴിയുമ്പോൾ ഹംസത്തിൻ്റെ ആ ഒരു വിലാപമുണ്ടല്ലോ: ജനകൻ മരിച്ചുപോയി, തനയൻ ഞാൻ ഒരുത്തനായി, ജനനി തൻ്റെ ദശ ഇങ്ങനെ. അതും ഉണ്ണായി വാര്യർ സ്വീകരിക്കുന്നത് നൈഷധത്തിൽ നിന്ന് തന്നെയാണ്. മതേകപുത്ര ജനനീ ജരാതുര നവപ്രസൂതിർ വരടാ തപസ്വിനി ഗതിസ്തയോരേഷ ജനഹ. ഇവിടെ ജനകൻ മരിച്ചു എന്നുള്ള കൂട്ടി പറഞ്ഞു, മറ്റു മൂന്നേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ എന്താണ്? മതേകപുത്രി ജനനീ ജരാതുര, വയസ്സായിട്ടുള്ള അമ്മ, ഞാൻ മാത്രമേ ഒരു മകനുള്ളൂ. അതുപോലെ നവപ്രസൂതി, ഇപ്പം പ്രസവിച്ചവളാണ് പാവം എൻ്റെ ഭാര്യ. അവരുടെ അവസ്ഥ ഇങ്ങനെയായല്ലോ, ഈ ഞാൻ മാത്രമേ അവർക്കുള്ളൂ എന്ന് പറയുന്നത് ഉണ്ണായിവാര്യർ പറയുന്നത് നമുക്കറിയാലോ. എന്താണ്? ജനകൻ മരിച്ചുപോയി, ജനനി തൻ്റെ ദശ ഇങ്ങനെ, അപിച്ച മമദയിത അനതിചിരസൂത പ്രാണൻ കളയും ഉടൻ അതിവിതുര. എന്നാൽ കുലമിതഖിലവും അറുതി വന്നിതു. അല്ലെ, ഈ കുലമിതഖിലവും അറുതി വന്നിതു എന്നുള്ളത് ഒരു അറം പറ്റിയതാണെന്നൊക്കെ ചിലർ പറയാറുണ്ട്. അത് പല ആട്ടക്കഥകളിലും ഈ പ്രശ്നം വന്നിട്ടുണ്ട്. തമ്പുരാൻ്റെ ഗതിയിലും കാടയഗതി നമുക്ക് എന്നുള്ളിടത്ത് ഈ പ്രശ്നം വന്ന് അദ്ദേഹം കാട്ടിൽ തന്നെ താമസിക്കേണ്ടി വന്നു എന്നൊക്കെ പറയാറുണ്ട്. ഇത് കഴിഞ്ഞ നളചരിത്രത്തിൽ അവിടെ തന്നെ ഹംസത്തിൻ്റെ പദത്തിൽ തന്നെ ആ സ്വർണ്ണച്ചിറക് കണ്ടിട്ട് ഇതുകൊണ്ടാകാ നീ ധനികൻ എന്ന് പറയുന്നതിലും ശ്രീകൃഷ്ണൻ്റെ ടച്ച് അവിടെ വരുന്നുണ്ട്. ദിഗസ്തു തൃഷ്ണാതരളം ഭവന്മന, അങ്ങയുടെ മനസ്സ് ഇത് കണ്ടിട്ട് തൃഷ്ണാതരളം ആകണ്ട. ദിഗസ്തു തൃഷ്ണാതരളം ഭവന്മന സമീക്ഷ പക്ഷാൻ മമ ഹേമജന്മന. സ്വർണ്ണ നിറത്തിലുള്ള എൻ്റെ ചിറക് കണ്ടിട്ട് അങ്ങ് ആഗ്രഹിക്കണ്ട. അവ അർണവസ്യേവ തുഷാരശീകരൈ ഭവേദമീഭി കമലോദയക്കിയാൻ. ഒരു തുള്ളി തുള്ളിയായിട്ട് വീഴുന്നത് കൊണ്ട് ഈ സമുദ്രത്തിന് എന്ത് കിട്ടാനാണെന്നാണ് ചോദിക്കുന്നത്. ഇതുകൊണ്ടാകാ നീ ധനികൻ, അവിടെയും ഇതുകൊണ്ടാകാ ആയിക്കോളൂ എന്നല്ല, ആകാ അതൊന്നും ആവാൻ പോണില്ല എന്നുള്ള അർത്ഥം തന്നെയാണ്. സ്വർണ്ണമല്ലല്ലോ. ആ സൂചനയും വാസ്തവത്തിൽ നൈഷധത്തിൽ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഹംസം പിടിക്കപ്പെട്ടു, അവസാനം വിടും ചെയ്യുന്നുണ്ട്. ഞാൻ നിൻ്റെ രൂപം കണ്ടപ്പോൾ കൗതുകം കൊണ്ട് പിടിച്ചതാണെന്നൊക്കെ പറഞ്ഞ് വിടുന്നുണ്ടല്ലോ. അപ്പോൾ സന്തോഷത്തോടു കൂടി വീണ്ടും തിരിച്ചു വരുന്ന, ഒരുപക്ഷെ നളചരിതം 1-ാം ദിവസത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള പദമാണ് ഊർജിതാശയ എന്നുള്ള പദം. അതിലും ഇതിൻ്റെ ഒരു അംശം ദമയന്തിയെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നിടത്ത് വരുന്നുണ്ട്. തവ രൂപമിതം തയാവിനാ വിഫലം പുഷ്പമിവാവകേശിന ത്വൽപ്രിയയാകിൽ അനൽപഗുണത്വം നിഷ്ഫലമല്ലയിത്തേ എന്ന് പറയുന്ന സന്ദർഭത്തിൽ വീണ്ടും അടുത്ത പദത്തിലും അതെ, ശ്രിയമേവ പരം ധരാധിപാത് ഗുണസിന്ധോരുദിതാം അവേഹിതാം. ഇത് ധരാധിപനായിട്ടുള്ള ഭീമനിൽ നിന്നുണ്ടായതാണ്. എങ്ങനെയാണ്? സമുദ്രത്തിൽ നിന്ന് ലക്ഷ്മി എന്ന പോലെ ഗുണസിന്ധുവായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഭീമൻ എന്ന് പറയുന്ന രാജാവിൽ നിന്നും പറയാം, അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ നദിയിൽ നിന്ന്, പാലാഴിയിൽ നിന്ന് ഉദിച്ച ലക്ഷ്മി പോലെ. അതിനാണ് ഇദ്ദേഹം വളരെ മനോഹരമായിട്ട് കാമിനി രൂപിണി ശീലവതീമണി ഹേമാമോദസമ ഭീമനരേന്ദ്ര സുധാ ദമയന്തി നാമ രമ അനവമ എന്ന് പറയുന്ന പദം പറയുന്നത്. കഴിഞ്ഞില്ല. അതിൽ തന്നെ ഏറ്റവും അവസാനം, ഇതിലാണ് ഏറ്റവും കൂടുതൽ നൈഷധത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളത്. ഹൃദയേ നിഹിതസ്തയാ ഭവാൻ, അവളാൽ അങ്ങ് ഹൃദയത്തിൽ നിഹിതനാണ്, അവളുടെ മനസ്സിൽ അങ്ങ് തന്നെയാണ് ഉള്ളത്. ഇന്ദ്രേണ യഥാപനീയത, ഇന്ദ്രനാൽ പോലും അത് മാറ്റപ്പെടാതിരിക്കട്ടെ, ആ രീതിയിൽ ഞാൻ ആക്കിക്കൊള്ളാം എന്ന് പറയാണ്. ത്വാം അനുരാഗിണിയാം അതിനിക്കു ഭരം,
അമരാധിപതിയും അപഹായ രാഗിണം. ഇന്ദ്രന് ഒരു നല്ല നോട്ടം ഉണ്ട് എന്നാണ് പറയുന്നത്. ചിലർ അങ്ങനെയല്ല ഇവരെ അനുഗ്രഹിക്കാൻ വന്നതാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മറ്റുള്ള ദേവന്മാർ ചിലപ്പോൾ അങ്ങനെയായിരിക്കാം. പക്ഷെ ഇന്ദ്രൻ്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇന്ദ്രൻ ആ കാര്യത്തിൽ വളരെ പ്രസിദ്ധനാണ്. എവിടെ എന്തൊക്കെ കുസ്രാങ്കൊള്ളികൾ ഉണ്ടാക്കുന്നുണ്ടോ അവിടെയൊക്കെ, അല്ലെ രാമായണത്തിലാണെങ്കിൽ അഹല്യയുടെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. പല ദിക്കിലും അങ്ങനെ ഇന്ദ്രൻ്റെ ഒരു രൂപം തന്നെ അങ്ങനെയാണ്. ദേവേന്ദ്രൻ എന്നൊക്കെ പേരുണ്ടെങ്കിൽ പോലും ഒരു ദിക്കിലും ആരാധിക്കാത്തൊരു ദേവനാണ്. മറ്റെല്ലാ ദേവതകളെയും നമ്മൾ ആരാധിക്കുന്നു, പക്ഷെ ദേവേന്ദ്രനെ മാത്രം ആരാധിക്കാറില്ല. കാരണം അയാളുടെ സ്വഭാവം, നടപടി, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് ഇവിടെ മാത്രമല്ല, നളനും ഈ ഒരു വേദന 3-ാം ദിവസം പറയുന്നുണ്ട്. ദമയന്തിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്താണ്, എന്നു കാൺമൻ ഇന്ദു സാമ്യരുചി മുഖം എന്ന് പറയുന്നിടത്ത് അതിൻ്റെ മുമ്പ് എന്നു പൂൺമൻ ഇന്ദ്രകാമ്യമുടലഹം, ഇന്ദ്രൻ പോലും കാമിച്ച ഉടല് ഞാനിനി എന്ന് പുണരാനാണ്. അപ്പോൾ ഇന്ദ്രന് ദമയന്തിയോടൊരു ആഗ്രഹമുണ്ട് എന്നുള്ളത് ഉണ്ണായിവാരും കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത്രയധികം ആ ഊർജിതാശയ എന്ന ഹംസത്തിൻ്റെ പദത്തിൽ നളചരിതത്തിൽ, ഉണ്ണായി വാര്യരുടെ നളചരിതത്തിൽ ശ്രീഹർഷൻ്റെ നൈഷധത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് 1-ാം ദിവസത്തിൽ തന്നെ ഹംസം ദമയന്തിയുടെ അടുത്ത് എത്തുമ്പോഴും ധാരാളം സന്ദർഭത്തിൽ വളരെ മനോഹരമായ പദങ്ങൾ അവിടെ ഉള്ളതാണെന്ന് നമുക്കറിയാം. അവിടെയും ശ്രീഹർഷൻ്റെ ചില പ്രയോഗങ്ങളെ ഉണ്ണായി വാര്യർ നന്നായി സ്വീകരിച്ചത് കാണാം. തോഴിമാരോട് ഹംസത്തെ കണ്ടപ്പോൾ തന്നെ ദമയന്തി പറയുന്നുണ്ട്, എന്നരികിൽ നിങ്ങൾ ആരും വേണ്ട എന്ന് പറയുന്നുണ്ട്. ദൂരെ നിൽപ്പിൻ, നിങ്ങൾ എന്നരികിൽ ആരും വേണ്ട എന്ന് പറയുന്നുണ്ട്. ഇത് ശ്രീകൃഷ്ണൻ പറയുന്നത് ഇങ്ങനെയാണ്, യാൻ അന്വേതി മാം, ആരാണോ എൻ്റെ കൂടെ വരുന്നത്, ദ്രുഹ്യതി മഹ്യമേവ, അവളെ എന്നെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. അതായത് എൻ്റെ കൂടെ വരുന്നവരെ എന്നെ ഉപദ്രവിക്കുകയെന്നാണ് ഞാൻ കണക്കാക്കുക. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരരുത്. യാന്വേതി മാം ദ്രുഹ്യതി മഹ്യമേവ സ അത്ര ഇതി ഉപാലംബി തയാ അളിവർഗ. അങ്ങനെ ഇപ്രകാരത്തിൽ ദമയന്തി കുറ്റപ്പെടുത്തി തോഴിമാരെ എന്നാണ് പറയുന്നത്. തോഴിവർഗത്തെ ദമയന്തി കുറ്റപ്പെടുത്തിയത്, നിങ്ങളാരും എൻ്റെ അടുത്തേക്ക് വരരുത് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ പക്ഷേ കുറച്ചുകൂടി ഭംഗിയായിട്ടാണ് പറയുന്നത്. കളിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ദമയന്തി കയ്യിൽ എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഹംസം വന്ന് സ്വീകരിക്കും, മറ്റൊരു വരുമ്പോൾ കൊത്തി ഓടിക്കാൻ നോക്കും. വളരെ ഔചിത്യത്തോടു കൂടി ആട്ടത്തിലും പദത്തിലും അത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഉണ്ണായിവാരുടെ ഇത്. ഇനി എന്തിനാണ് ഞാൻ നളൻ്റെ അവിടെ ഹംസം താമസിച്ചിരുന്നതെന്ന് ദമയന്തിയോട് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു, നളനഗരെ വാഴുന്നു ഞാൻ നളിന ജന്മവചസ, നളിന മിഴിമാർക്കെല്ലാം നടപടിപ്പാൻ. പിന്നീടല്ലോ മതലളിതം മൃദുലളിതം ഗുണമിളിതം ഇത് കളിയല്ലേ എന്ന് പറയുന്ന പദം. ധാതുർ നിയോഗാദിഹ നൈഷധീയം ലീലാസരസേവിതും ആഗതേഷു. ബ്രഹ്മാവിൻ്റെ വാക്ക് കേട്ടിട്ട് അല്ലെങ്കിൽ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഈ നളൻ്റെ കൊട്ടാരത്തിനടുത്തുള്ള ലീലാസരസ്സിൽ സേവിക്കാൻ, അവിടെ താമസിക്കാനായിട്ട് വന്നതിൽ ഹൈമേഷു ഹംസേഷു അഹമേകയേവ ഭ്രമാമി ഭൂലോക വിലോകനോൽക്ക. ഞാൻ പക്ഷേ അവരെ ഡാൻസ് പഠിപ്പിക്കാനോ നട പഠിപ്പിക്കാനൊന്നല്ല, ഈ ലോകം മുഴുവൻ ഒന്ന് കണ്ടു കളയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണെന്നാണ് പറയുന്നത്. പക്ഷേ ബ്രഹ്മാവിൻ്റെ വാക്ക് കേട്ടിട്ടാണ് ഞാൻ നളൻ്റെ കൊട്ടാരത്തിൽ അടുത്തുള്ള സരസ്സിൽ താമസിക്കുന്നത്. കഴിഞ്ഞില്ല. ആ പദത്തിൻ്റെ തുടക്കത്തിൽ ഏറ്റവും മനോഹരമായ ഒരു പദമാണ് അങ്കനെ, അല്ല എന്താണ്, അങ്കനമാർ മൗലേ ബാലെ, അങ്ങനെയല്ലേ, എങ്ങനെ പിടിക്കുന്നു നീ ഗഗനചാരിയാം എന്നെ എന്ന് പറയുന്ന പദം. ഇതും നളചരിതം നൈഷധത്തിൽ നിന്ന് സ്വീകരിക്കുന്നത് തന്നെയാണ്. പക്ഷേ രണ്ടിൻ്റെയും ഭാഷയും അവതരിപ്പിക്കുന്ന ഈ രീതിയൊക്കെ നോക്കുമ്പോൾ രണ്ടും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ധാര്യ കഥം കാരമഹം ഭവത്യ വിയത് വിഹാരി വസുദൈകഗത്യ, വസുദൈകഗത്യ ത്വയ, ഭൂമിയിൽ മാത്രം നിൽക്കാൻ പറ്റുന്ന നീ വിയത് വിഹാരി അഹം, ആകാശത്തിൽ നടക്കാൻ പറ്റുന്ന എന്നെ കഥം ധാര്യ, എങ്ങനെ പിടിക്കാനാണ്, എങ്ങനെ പിടിക്കുന്നു നീ ഗഗനചാരിയാം എന്നെ. അഹോ ശിശുത്വം തവ ഖണ്ഡിതം സ്യാത്, യൗവനം വന്നുദിച്ചിട്ടും ചെറുതായില്ല ചെറുപ്പം. അഹോ ശിശുത്വം തവ ഖണ്ഡിതം ന സ്മരസ്യ സഖ്യാ വയസാപ്യനേന. ആ സ്മരൻ്റെ സഖാവായിട്ടുള്ള യൗവനം വന്നിട്ടും, യൗവനം എന്ന് പറയുന്ന പ്രായം നിനക്ക് വന്നിട്ടും ആ ശിശുത്വം ഇല്ലാതായിട്ടില്ലല്ലോ എന്ന് ശ്രീഹർഷനും പറയുന്നുണ്ട്. പക്ഷെ അത് ഇവിടെ എത്തുമ്പോഴേക്കും യൗവനം വന്നുദിച്ചിട്ടും ചെറുതായില്ല ചെറുപ്പം. ഇങ്ങനെ കഴിഞ്ഞില്ല. ഒരു പദം ഒരെണ്ണം കൂടി ഉദാഹരിച്ച് ഞാൻ ആ ഭാഗം നിർത്താം. ഏറ്റവും മനോഹരമായിട്ടുള്ളതായതുകൊണ്ട് അതുകൂടി പറയണം. കാരണം അത് പിന്നീട് പലരും പലതൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. നളനും ദമയന്തിയും തമ്മിലുള്ള ചേർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒന്നാന്തരം ചേർച്ച തന്നെയാണ്. എങ്ങനെയാണ്? നിശാശശാങ്കം
ശിവയാ ഗിരീശം ശ്രിയാഹരിം യോജയത പ്രതീത വിധേരവി സ്വാരസിക പ്രയാസ പരസ്പരം യോഗ്യസമാഗമായ. ഇത് നയവാരുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇങ്ങനെയൊന്നുമല്ല, ഔചിത്യത്തോടു കൂടി ക്രമമൊക്കെ മാറ്റിയിട്ട് വന്ന് വിഷ്ണുരമയ്ക്ക് നിശയ്ക്കു ശശാങ്കനുമയ്ക്കു ഹരൻ നളനോർക്കിൽ നിനക്കും. എങ്ങനെയാണൊരു ആശയം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കാവ്യാത്മകമാക്കി മാറ്റാൻ പറ്റുക എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണം ഏതാണെന്ന് ചോദിച്ചാൽ ഉണ്ണായിവാരുടെ നളചരിതം തന്നെയാണ്. ആട്ടക്കഥകൾ വേറെ പലതും ഉണ്ട്. പ്രൗഢിയുള്ള, കലാശങ്ങൾക്ക് പ്രാധാന്യമുള്ള, അഭിനയത്തിനും പ്രാധാന്യമുള്ള കോട്ടം വിട്ട കോട്ടയം കഥകളുണ്ട്. രാവണ വിജയം പോലുള്ള കരീന്ദ്രൻ്റെ കാവ്യ മനോഹരമായിട്ടുള്ള കഥകളിയുണ്ട്. ഒക്കെ ഗംഭീരം തന്നെയാണ്, ഒന്നും മോശമല്ല, ഓരോന്നും കേമാണ്. പക്ഷേ സാഹിതീയമായിട്ട് നോക്കുമ്പോൾ ഔചിത്യത്തോടു കൂടി ഓരോ കാര്യവും വിന്യസിക്കുന്ന കാര്യത്തിൽ ഉണ്ണായി വാര്യരുടെ നളചരിതം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, കാളിദാസനെ കുറിച്ച് ഇപ്പോൾ പറയും ഈ ഒരു വിരലിൽ കാളിദാസനെ എണ്ണിയാൽ പിന്നെ ഈ വിരൽ അനാമികയായിട്ട് പേര് പറയാൻ പറ്റാത്തതായിട്ട് നിൽക്കും എന്ന് പറയും. അതേ അവസ്ഥയാണ്. കാരണം ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, ശ്രീഹർഷൻ്റെ നൈഷധത്തിലെ 18, 19, 20, 21 സർഗങ്ങളിൽ 3-4 സർഗങ്ങളോളം നള ദമയന്തിമാരുടെ മധുവിധു ആഘോഷം വിസ്തരിച്ച് ഒരുവിധ അറപ്പ് തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെ വേണമെങ്കിൽ പറയാം. കാരണം സംസ്കൃത കാവ്യങ്ങളിലെ ഈ അങ്ങനത്തെ സംഭോഗ ശൃംഗാര വർണ്ണന സാമാന്യം ബോറായിരിക്കും. ഉണ്ണായി വാര്യർ അത് 3 പദങ്ങളിൽ ഒതുക്കി. ആ ഓരോ പദത്തിന് ഏതിനാണ് കൂടുതൽ മാർക്ക് കൊടുക്കേണ്ടത് എന്ന് നമുക്ക് ആലോചിച്ചാൽ എപ്പോഴും പിടികിട്ടില്ല. ആദ്യത്തെ കുറച്ചും കൂടിയും വാച്യമായ രീതിയിൽ തന്നെ ശൃംഗാരം വഴിഞ്ഞൊഴുകുന്നതാണ്. കുവലയ വിലോചനെ ബാലെ ഭൈമി കിസലയാതരെ ചാരുശീലെ. ഓക്കെ, അതിന് ദമയന്തിയുടെ മറുപടി ഇതുവരെ ലോകത്തിലാരും അങ്ങനെ മറുപടി ഉണ്ടാവില്ല. പക്ഷേ ഏറ്റവും ഉചിതമായിട്ടുള്ള മറുപടി അത് സാമ്യമകന്നൊരു ഉദ്യാനം എത്രയും അഭിരാമ്യം. അത് കഴിഞ്ഞ് അതിലെ അവസാനത്തെ വരിയിലാണ് ഗർഭിത ഹംസ കോകം എന്ന് പറയുമ്പോഴാണ് ഹംസശ്രവണത്തിലുടനെ തൻ്റെ ദമയന്തിയെ ലഭിക്കുന്നത് വരെ ഉണ്ടായിരുന്ന അവസ്ഥ മുഴുവൻ ഫീൽ ചെയ്യുന്ന നടൻ ദൈതേ കേൾനീ കമനീയാകൃത് എന്ന് പറഞ്ഞ് സംഗതനായൊരു ഹംസവരൻ ആ ഹംസം ചെയ്തത് സൗഹൃദമായത് സൗഹൃദമേ കൈവന്നു കാമിതവും. ഇത്ര ഔചിത്യത്തോടുകൂടി പ്രണയത്തെ അവതരിപ്പിച്ച മറ്റൊരാട്ടക്കഥയുണ്ടോ എന്ന് ചോദിച്ചാൽ, ആട്ടക്കഥയല്ല, ഒരു സാഹിത്യകൃതിയുണ്ടോ എന്ന് ചോദിച്ചാൽ, മറ്റതിലൊക്കെ പലപ്പോഴും അല്ലേ, ഒരാൾ ഞാൻ കളയ്ക്കുന്നതിനനുസരിച്ച് നിനക്ക് ചുമക്കാൻ പറ്റുമോ എന്നൊരു പെണ്ണോട് ചോദിച്ചപ്പോൾ ഞാൻ ചുമക്കുന്നതിനനുസരിച്ച് നിനക്ക് കളയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള ഒരുതരം മൂരി ശൃംഗാരത്തിൻ്റെ രീതിയിലേക്ക് പോയതായിട്ട് പണ്ടേതൊരു നിരൂപകൻ പറയുന്നുണ്ടായിട്ടുണ്ട്. പക്ഷെ ഉണ്ണായി വാര്യരുടെ നളചരിതം വായിക്കുമ്പോൾ ശൃംഗാരത്തിൻ്റെ ശരിയായ തനിമയോടുകൂടി, എന്നാൽ അതിൻ്റെ യാതൊരു കല്ലുകടിയുമില്ലാത്ത ഔചിത്യത്തോടു കൂടിയാണ് അവിടെ അവതരിപ്പിച്ചതെന്ന് കാണാൻ പറ്റും. ഇനി നളചരിതത്തിലെ മാത്രം ചില സവിശേഷ രംഗങ്ങൾ ജസ്റ്റ് ഒന്ന് തൊട്ട് കടന്നു പോവുകയാണ്. 3-ാം ദിവസത്തെ കഥയിൽ ഞാൻ അതാണ് എപ്പോഴും ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ ദിനേശനടക്കം പലപ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ളതാണ്, അതുകൊണ്ട് വീണ്ടും അത് പറയാണ്. 3-ാം ദിവസത്തെ കഥയിൽ കാർക്കോടകനും നളനും കൂടിയുള്ള സന്ദർഭത്തിൽ കാർക്കോടകൻ ദിവ്യനായൊരു നാഗമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കാർക്കോടകനെ അങ്ങോട്ട് സംബോധന ചെയ്ത് സംസാരിക്കണം നളന്. പക്ഷേ കാർക്കോടകൻ എന്നുള്ള വാക്കിന് ഒരു സംഗീതാത്മകതയില്ല. പദങ്ങളിലാണെങ്കിൽ സംഗീതാത്മകമായ പദങ്ങളെ ഉപയോഗിക്കാൻ പാടുള്ളൂ. എങ്ങനെ പാടിയാലും കാർക്കോടക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പരിക്കൻ സ്വഭാവമുള്ളതായിട്ട് മാറുന്നത് നമുക്കറിയാം. ഉണ്ണായി വാര്യരുടെ സമസ്ത സിദ്ധികളും തെളിഞ്ഞു വരുന്ന പോലെയാണ് അവിടെ ഒരു വാക്ക് അവിടെ ഉപയോഗിക്കുന്നത്. ഇന്ദുമൗലി ഹാരമേ നീ ഒന്നിനി എന്നോട് ചൊല്ലുക. കാർക്കോടകനെ വിളിക്കുന്നത് ഇന്ദുമൗലി ഹാരമേ എന്നാണ്. ഇന്ദു എന്ന് പറയുമ്പോൾ ഏറ്റവും മനോഹരമായൊരു ബിംബമാണ്. അത് ചന്ദ്രൻ്റെ തലയുള്ള ശിവൻ്റെ തലയിൽ ചന്ദ്രശേഖരനാണല്ലോ ശിവൻ. ആ ശിവന് ഏറ്റവും മനോഹരമായ ആഭരണമായിട്ടുള്ളവനെ എന്നാണ് വിളിക്കുന്നത്. ഇന്ദുമൗലി ഹാരമേ നീ ഒന്നിനി എന്നോട് ചൊല്ലുക. അപ്പോൾ അവിടെ ശബ്ദത്തിൻ്റെ ഔചിത്യം കഴിഞ്ഞില്ല. ഏത് കവികളാണെങ്കിലും അറിയാതെ പറഞ്ഞു പോവുക, എനിക്ക് എൻ്റെ നഷ്ടപ്പെട്ട പ്രതാപമൊക്കെ എപ്പോഴാണ് വീണ്ടും കെട്ടുക, അത് കഴിഞ്ഞ് ദമയന്തിയെയും രണ്ടാമതേ ദമയന്തിയുടെ കാര്യം ചോദിക്കുള്ളൂ. അല്ലെങ്കിൽ സാധാരണ ആൾക്കാർ ആദ്യം തൻ്റെ നഷ്ടപ്പെട്ടു പോയ സമ്പത്തൊക്കെ കിട്ടും, കൂട്ടത്തിലെ ബന്ധുക്കൾ, അങ്ങനെയാണല്ലോ പറയാം. പക്ഷെ ഉണ്ണായി വാര്യർ പറയുന്നത് അങ്ങനെയല്ല. എന്നെനിക്കുണ്ടാകും യോഗം ഖിന്നയാ തയ.
കാരണം അവളും അങ്ങനെ ദുഃഖിച്ചിരിക്കുകയാണെന്ന് അറിയാം. ആ ഖിന്നയ എന്നുള്ളൊരു വിശേഷണം മാത്രം മതി. എന്നെനിക്കുണ്ടാകും യോഗം ഖിന്നയാ തയാ. അത് കഴിഞ്ഞിട്ടാണ് മുന്നെ പോലെ മന്ദിരത്തിൽ ചെന്നു വാണു കൊള്ളുവാനും. ഇങ്ങനെ ആശയത്തെപ്പോലും എവിടെ വെക്കണം, എവിടെ നിന്നാലാണ് അതിന് കൂടുതൽ ഔചിത്യം വരിക എന്ന് കാണിച്ചു തരുന്നൊരു പദമാണ് ഇന്ദുമൗലി ഹാരമേനി എന്നുള്ള പദം. അത് ഒരു എന്താ പറയുക, അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള, കഴിഞ്ഞില്ല, യമകം അനുപ്രാസൊക്കെ ഉപയോഗിക്കുന്ന കാര്യത്തിൽ യാതൊരു മടിയില്ലാത്ത ഒരാളാണ് ഉണ്ണായി വാര്യർ. ഒരാളുടെ അല്പത്തരം സൂചിപ്പിക്കാനൊക്കെ ഈ യമകമൊക്കെ നന്നായിട്ട് ഉപയോഗിക്കും. നളൻ്റെ ഭാര്യയാണ് ദമയന്തി എന്നുള്ളത് അറിയാമെങ്കിലും തൻ്റെ കൂടെയുള്ളത് നളനാണ് എന്നറിയാത്ത ഋതുവർണ്ണൻ നളനോട് ദമയന്തിയെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഞാൻ അതിലൊരു 2 വരി മാത്രമേ പറയുന്നുള്ളൂ. നളൻ അതിസുകൃതി, നളൻ ഭാഗ്യം ചെയ്ത ആളാണ്. നളൻ അതിസുകൃതി, അതുകൊണ്ട് അന്ന് അസാധ്യമായി, അതുമൂലം അന്ന് അസാധ്യമായി ലളിതഗാത്രി മേളനം ഇന്നു ലഭിക്കുമെന്നും. ഇന്ന് നീ വേഗം തേര് തെളിച്ച് പോവുകയാണെങ്കിൽ നാളെ നമ്മളവിടെ എത്തിയാൽ എനിക്ക് അവളെ കിട്ടുന്ന ഉറപ്പാണ്. തെളിവിനോട് തേർന്നീ തെളിക്കണം, തെളിവിനോട് തേർന്നീ തെളിക്കണം ഗളിത സംശയം, അതിന് സംശയമൊന്നും വേണ്ട. നളിന ബന്ധു താൻ ഉദിക്കുന്ന നാളെപ്പോൾ നളിനാക്ഷി നമ്മോട് ഘടനീയ നന്മണി രമണീയ. അക്ഷരങ്ങളെടുത്ത് പന്താടുക, പക്ഷെ അതൊരു കല്ലുകടിയില്ലാത്ത രീതിയിൽ യമകം എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം, അനുപ്രാസം എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ളതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണിത്. ഇത് വായിക്കുമ്പോൾ ആർക്കും ഒരു മുഷ്ടിരി തോന്നില്ല, പക്ഷേ ഋതുവർണ്ണൻ്റെ ചില പോരായ്മകൾ എന്താണെന്ന് നമുക്ക് ധ്വനിച്ച് കിട്ടും ചെയ്യും. പാവം ഇങ്ങനെയൊക്കെ മോഹമുണ്ടല്ലോ ഉള്ളിൽ എന്നുള്ളത് ധ്വനിച്ച് കിട്ടും. ഇതുപോലെ തന്നെയാണ് പുഷ്കരനെ അവതരിപ്പിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. അതിവിടെ മുമ്പ് മസൂര് നായർ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു നന്നായിട്ട്, അതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. അരികിൽ വന്ന് നിന്നതാരെന്ത് എന്തഭിമതം എന്നൊക്കെ പറയുമ്പോൾ ഉള്ളിലുള്ള അംബീഷൻ മുഴുവൻ ധ്വനിച്ച് കിട്ടുന്നുണ്ട്. ഓരോ ദിക്കിലും ഇതുപോലെ അതിമനോഹരമായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഉണ്ണായി വാര്യർ വളരെ സമർത്ഥനാണ്. ഇനി ഒരു രസകരമായിട്ടുള്ള കാര്യം, അദ്ദേഹത്തിൻ്റെ ശ്രീരാമ പഞ്ചശതി എന്ന് പറയുന്ന സംസ്കൃത കാവ്യത്തിൽ 50 ദശകങ്ങളാണുള്ളത്. ദശകം എന്ന് പറഞ്ഞാൽ 50 ശ്ലോകം എന്ന അർത്ഥം, പക്ഷെ ചിലപ്പോൾ 11 12 ഒക്കെ വരും. ഈ മാല എന്ന് പറയുമ്പോൾ നടുക്കിൽ നിന്ന് 2 ഭാഗത്തേക്ക് ഒപ്പകലായിരിക്കും. അപ്പോൾ 25 എന്ന് പറയുന്ന ഒരു സ്ഥാനം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് നിന്ന് അവസാനിക്കുന്നു, പിന്നെ 26 ഇങ്ങോട്ട് തുടങ്ങും. അത് രണ്ടും ഒരേ വൃത്തത്തിലാണ്, 25 26. അപ്പോൾ 27 24 ഒരു വൃത്തത്തിൽ, അങ്ങനെ 1 50 ഒരു വൃത്തത്തിലാണ്. മാല കെട്ടുമ്പോഴേ ഒരേ വർണ്ണമുള്ള പൂക്കൾ അല്ലേ ഇങ്ങനെ ക്രമത്തിൽ കെട്ടി വരുമല്ലോ, സെലക്ട് ചെയ്തിട്ടാണ് കെട്ടുക. ഒരു മാലാകാരൻ കെട്ടുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതേപോലെ ഒരു മാല കെട്ടുന്ന ലാഘവത്തോട് കൂടിയിട്ടാണ് ശ്രീരാമ പഞ്ചശതി എന്ന് പറയുന്ന മഹാകാവ്യത്തിൽ നമ്മളാരും ഒരിക്കലും ഉപയോഗിക്കാറില്ലാത്ത, കേട്ട് പ്രസിദ്ധിയില്ലാത്ത വിഷമുള്ള വൃത്തങ്ങൾ അനായാസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നർക്കുടകം എന്ന് പറഞ്ഞൊരു വൃത്തം ഉപയോഗിക്കുന്നുണ്ട്. നമ്മളങ്ങനെ കേട്ടിട്ടുള്ള വൃത്തമല്ല. നമ്മൾ പുഷ്പിതാഗ്ര എന്ന് കേട്ടിട്ടുണ്ട്, ശ്രദ്ധര എന്ന് കേട്ടിട്ടുണ്ട്, ശാർദൂല വിക്രീഡ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ തന്നെ ടീച്ചർ, നമ്മുടെ വിനീത ടീച്ചർ പറഞ്ഞില്ലേ, ശാർദൂല വിക്രീഡോ ശ്രദ്ധരയൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നു. നർക്കുടക അതിനേക്കാളും ബുദ്ധിമുട്ട് തോന്നും, കാരണം നമ്മളാരും കേൾക്കാത്തതും. പ്രമിതാക്ഷര, അതിരുചിര, ഇങ്ങനെയുള്ള നിരവധി വൃത്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ശ്രീരാമ പഞ്ചശതി അദ്ദേഹം ചിട്ടപ്പെടുത്തിയത്. അതിലത്തെ ഈ തർക്കുടകം എന്ന് പറയുന്ന മറ്റൊരാൾ ഉപയോഗിക്കാത്ത വൃത്തം ഉണ്ണായി വാര്യർ നളചരിതത്തിൽ 4-ാം ദിവസം 2 തവണ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾക്ക് ധാരാളം കേട്ടിട്ട ശ്ലോകമാണ്. അത് നർക്കുടകമാണോന്ന് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ഒന്ന് മലയാളത്തിലാണോ ഒന്ന് സംസ്കൃതത്തിലാണെന്ന് മാത്രം. നളചരിതം 4-ാം ദിവസം കളിയിൽ തുടങ്ങുമ്പോൾ ആദ്യം വരുന്ന ശ്ലോകമാണ് താമര ബന്ധുവംശമുടയോരവനിപതിലകൻ ഭീമനരേന്ദ്രനോടൊരുമിച്ചരമത കുഹജിൽ ഭീമജയാകിൽ ആകുലമനാ രമണനയറിയാൻ ഞാമയ ധൂമ ഭൂമമലിന സഖിയെ നിരതിശൽ. അത് നർക്കുടകം എന്ന് പറയുന്ന അപൂർവ, പക്ഷെ ഉണ്ണായി വാര്യർ ധാരാളമായിട്ട് 2 ദശകങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു വൃത്തമാണ്. അതുപോലെ പ്രിയതമ ദർശന പ്രസിദ്ധയാവത ഭീമജയ എന്ന് പറയുന്ന ശ്ലോകത്തിലും ഇതേ നർക്കുടക വൃത്തം തന്നെയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും ഒരുപക്ഷെ മേൽപ്പത്തൂരിൻ്റെ നാരായണീയത്തിന് മറ്റ് പല നിലകളിലും മനോഹാരിതയുണ്ടെങ്കിലും അർത്ഥൗചിത്യം വൃത്തൗചിത്യം ഇതിൻ്റെ കാര്യത്തിൽ ഉണ്ണായി വാര്യർ അതിശയിപ്പിക്കുന്ന നില സ്വീകരിച്ചിട്ടുണ്ട്. അത് നളചരിതത്തിലെ പദങ്ങളിലായാലും ശ്ലോകങ്ങളിലായാലും നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു സന്ദർഭം, ഈ കാട്ടാളൻ ദമയന്തിയെ കാണാൻ പോകുമ്പോൾ തന്നെ
തനി നാടനാണ് കാടനാണെങ്കിലും സംസ്കൃതം ധാരാളം പറയുന്നുണ്ടല്ലോ, അത് പാടുണ്ടോ എന്നൊരു സംശയം ചിലരെങ്കിലും ഉന്നയിക്കാറുണ്ട്. ആകൃതി കണ്ടാൽ അതിരംഭേയം, ആരാളികൾ തന്നെ അതരംഭേയം എന്നൊക്കെ സംസ്കൃതത്തിലാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്നറിയോ? അല്പന് ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ അങ്ങനെ സംസാരിക്കാൻ പറ്റും. അതാണ് അവസ്ഥ. കാരണം ഇല്ലാത്ത ഭാഷ കൃത്രിമമായിട്ട് അവൻ ഉണ്ടാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കും എന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഉണ്ണായി വാര്യർ ബോധപൂർവം സംസ്കൃതം അറിയില്ല എന്ന് ഉറപ്പുള്ള ഒരു പാവത്തിനെ പിടിച്ച് സംസ്കൃതം പറയിക്കുന്നത്. എവിടെ നിന്നൊക്കെയോ കേട്ടിട്ടുള്ള ചില ഇംഗ്ലീഷ് വാക്കുകളൊക്കെ പറയുന്നത്, ഏതോ സിനിമയിൽ നമ്മൾ കണ്ടിട്ടില്ല ചില ആൾക്കാർ ഇംഗ്ലീഷ് തെറ്റിച്ച് പറയുന്നത്. അതുപോലെയുള്ള ഒരു അല്പത്തരം മാത്രമാണ് അവിടെ വരുന്നത്. പക്ഷെ അതിൻ്റെ ഔചിത്യം വേറെ ദിക്കിലുണ്ട്. 4-ാം ദിവസത്തിൽ നളനും കേശിനിയും കൂടിയുള്ള സംഭാഷണം ശ്രദ്ധിക്കുമ്പോഴാണ് എത്ര ഔചിത്യത്തോടു കൂടിയാണ് രണ്ടാളും സംസാരിക്കുന്നത് നമ്മൾ ഞെട്ടിപ്പോകും. കാരണം കേശിനി വരുന്നു, അവിടെ ഇരിക്കുന്നത് വികൃത രൂപത്തിലുള്ള ബാഹുകനാണ്, തേരു ബാഹുകനാണ് ഇരിക്കുന്നത്. അപ്പോൾ അവന് മലയാളം പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ എന്ന് അറിയാവുന്നതുകൊണ്ട് അയാളോട് ചോദിക്കുന്നത് മുഴുവൻ മലയാളത്തിലാണ്. ആരെടോ നീ, നിന്റെ പേരെന്തു ചൊല്ലണം, ആരുടെ തേരിതെടോ, ദൂരദേശത്ത് നിന്ന് വന്നവരെന്നു തോന്നി, കണ്ടോ, ഒക്കെ മലയാളമാണ്. പക്ഷേ ബാഹുകൻ അവിടെ ഇരിക്കുന്നത് ഒരു വികൃത രൂപിയാണെങ്കിലും ഉള്ളിൽ സംസ്കാരമുണ്ട്. അദ്ദേഹത്തിന് മലയാളം പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ടാണ് ഏരിയതേ എല്ലാം നേരെ ശോഭനവാണി മുത. ഇതാണ് ഉണ്ണായി വാര്യരെ വളരെ ബോധപൂർവം അറിഞ്ഞു തന്നെയാണ് ഓരോ സന്ദർഭത്തിലും ഇവിടെ സംസ്കൃതം വേണോ, ഇവിടെ മലയാളം വേണോ, ഇവിടെ രണ്ടും കൂട്ടി വേണോ എന്ന് പോലും ആലോചിക്കുന്നത്. മലയാളത്തിൽ പഠിക്കുന്ന ആൾക്കാർക്കും സംസ്കൃതത്തിൽ പഠിക്കുന്ന ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ. നളനോട് ദമയന്തിയെ കുറിച്ച് പറയുമ്പോൾ ഉണ്ണായി വാര്യരുടെ ഹംസം പറയുന്നത് സാമരധാമവധൂമത ഭൂമ വിരാമ കോമളിമ. ഇതഴിച്ച് പറയണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. സംസ്കൃതം നന്നായിട്ട് പഠിക്കുക. അപ്പം ഞങ്ങളൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളോട് പറയാറും ചെയ്യും, ഈ സാധനം ഒന്ന് സംസ്കൃതം അഴിച്ച് കൃത്യമായിട്ട് സമാസമൊക്കെ പിരിച്ച് അല്ലെങ്കിൽ മുറിക്കേണ്ട സ്ഥലത്ത് മുറിച്ച് സ അമരധാമവധൂ മതഭൂമ വിരാമത കോമളിമയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഗ്രി തരാം, പരീക്ഷ ഒന്നും എഴുതേണ്ട വേറെ എന്ന് പറയും. കാരണം അത്രയും ആൾക്കാരെ വെള്ളം കുടിപ്പിക്കാവുന്ന രീതിയിൽ സംസ്കൃത പാണ്ഡിത്യം, ഒരു വർഷം ശ്രീഹർഷനേക്കാളും ഒട്ടും കുറയാത്ത സംസ്കൃത പാണ്ഡിത്യവും മലയാള പാണ്ഡിത്യവും, കൂട്ടത്തിൽ തമിഴും അറിയാം അദ്ദേഹത്തിന്, നന്നായിട്ട് തമിഴും അറിയാം. ആ തമിഴിൻ്റെ ഭാഗങ്ങളും നമുക്കിതിൽ കാണാൻ പറ്റും. അപ്പോൾ പുഷ്കരനായാലും കാട്ടാളനായാലും ഋതുപർണനായാലും അവരുടെയൊക്കെ ഭാഷയെ എങ്ങനെ ഉണ്ണായി വാര്യർ ഉപയോഗിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മമായി പഠിക്കുമ്പോഴാണ് ചിലത് കല്ലുകടി എന്ന് തോന്നിക്കുന്ന സാധനങ്ങൾ കല്ലുകടി ആയിരുന്നില്ല എന്നും അതിനെക്കുറിച്ച് കൂടുതൽ നോക്കേണ്ടതാണെന്ന് മനസ്സിലാവുന്നത്. ഇനി ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. നമ്മളധികം ശ്രദ്ധിക്കാത്ത, 2-ാം ദിവസം ദമയന്തി ഈ ചേരി രാജാവിൻ്റെ അവിടെ ഈ സുനന്ദയുടെ കൂടെ താമസിക്കുമ്പോൾ യാദൃച്ഛികമായിട്ട് സുദേവൻ അവിടെ എത്തുകയാണ്. അങ്ങനെയാണ് സുദേവനായിട്ട് പരിചയപ്പെടുന്നതും. 3-ാം ദിവസം വളരെ പ്രസിദ്ധമായിട്ടുള്ള പദങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ 2-ാം ദിവസം സുദേവനെ ദമയന്തിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ സുദേവൻ സ്വയം പരിചയപ്പെടുത്തുന്ന ഒരു വാക്യം പോലും, നമ്മളൊക്കെ സാധാരണ പരിചയമില്ലാത്ത രണ്ടാൾക്കാരെ ആദ്യമായിട്ട് പരിചയപ്പെടുമ്പോൾ അടുത്തുള്ള ഏതെങ്കിലും ഒരാളുടെ പരിചയമുള്ള ഒരാളെ കണക്ട് ചെയ്തിട്ടാണ് പറയുക. അതിൻ്റെ ആളുടെ മനസ്സിലായി, അപ്പോൾ പിന്നെ സുഹൃത്തുക്കളാവും. അതേപോലെയാണ് ഉണ്ണായി വാര്യർ സുദേവൻ്റെ വാക്യങ്ങൾ പറയുന്നത്. സുദിനമിന്നു സുദേവനാം ഞാൻ സുഖമോ തേ നളദയിതേ. പക്ഷെ ഇവള് പകച്ചിരിക്കുകയാണ്. ഇതാരാണ് ഈ വിദ്വാൻ എൻ്റെ അടുത്ത് വന്ന് ലോഹ്യം പറയുന്നത്, നളൻ്റെ ഭാര്യയാണ് നീ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോഴാണ് പരിഭ്രമിക്കണ്ട. എന്താണ്? സുമുഖി കാന്തനെങ്ങു പോയി ചൊൽക സോദര സഖമറിക മാം ദമസോദരി. സംശയം തീർന്നു. ഞാൻ ദമൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള നിൻ്റെ ചേട്ടനായുള്ള ദമൻ ഉണ്ടല്ലോ, അയാളുടെ സഖാവാണ്, സുഹൃത്താണ്. അപ്പോൾ നിനക്ക് ഫ്രീ ആയിട്ട് എന്നോട് സംസാരിക്കാം. അപ്പോൾ ആ വാക്കുകളുടെ ക്രമത്തിലൂടെ ഒരു പരിചയം ആദ്യമായിട്ട് പരിചയം പുതുക്കി പിന്നീട് കരണീയം ഞാനൊന്ന് ചൊല്ലുവേൻ എന്ന് പറയുന്ന രീതിയിലുള്ള പരിചയമായി മാറുന്നു. അതിനനുസരിച്ച് തന്നെ അദ്ദേഹവും, ഞാനിവിടെ ഭീമൻ്റെ സദസ്സിൽ നിൽക്കുന്നത് നിങ്ങൾക്കൊക്കെ വേണ്ടിയാണ്, നീ പീഡിപ്പു, അതൊന്നും വേണ്ടെന്ന് പറയുന്നില്ല. അപ്പോൾ ഇത്രയ്ക്ക് അടുപ്പാവുന്നത് ഈ ഒരു സന്ദർഭത്തിൻ്റെ കൂട്ടിവായനയിലൂടെ വരുമ്പോഴാണ് അതിൻ്റെ ചരിത്രം വരുന്നത്. ഇനി ഈ കൃതി നളയരുതം സംസ്കൃതക്കാർ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, മലയാളക്കാർക്ക് പഠിക്കാനുണ്ടാവും. മിക്കവാറും ആട്ടക്കഥ പഠിക്കുമ്പോൾ ഉണ്ണായി വാര്യരെ നളയരുതം പഠിപ്പിക്കും. അപ്പോൾ ഒരു തവണ 2-ാം ദിവസമാണ് പഠിക്കേണ്ടായിരുന്നത്. പക്ഷേ ഈ പുതിയ തലമുറയിലെ അധ്യാപകർക്കടക്കം ആട്ടക്കഥ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ചതുർത്ഥിയാണ്.
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ആൾക്കാർക്ക് ഈ ആട്ടക്കഥ എന്ന് പറഞ്ഞാൽ ദേഷ്യം തന്നെയാണ്. പലരും ഊമക്കഥ എന്നൊക്കെ കഥകളെ കുറിച്ച് പറയാറുണ്ടല്ലോ, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു വിദ്വാനാണ് പരീക്ഷയ്ക്ക് നളചരിതം 2-ാം ദിവസത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഇടാൻ ദുര്യോഗം ഉണ്ടായത്. അയാൾ ഒരു ഭാഗം വായിച്ചിട്ട് അവിടെ നിന്ന് ഒരു ചോദ്യം ഇട്ടത് എങ്ങനെയാണെന്നറിയോ? ദമയന്തി നളൻ ഉപേക്ഷിച്ച വശം കാട്ടിൽ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് പറയല്ല അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ വരാൻ കാരണക്കാരനായത് ആരാണോ അത് എരുതിയിൽ കത്തിപ്പോട്ടെ എന്ന് പറയുന്ന ഒരു പദമുണ്ട്. ഒരു ഭൂതത്തിനാലേവം പരിഭൂതൻ മമകാന്തൻ, ഒരു ഭൂതികളെപ്പോലെ പുനരെന്നെയും ഒരുപോതും നിനയാതെ പെരുമാറുന്നത് മൂലം എരുതിയിൽ പതിതനായി വരിക വഞ്ചകനവൻ. ഇത് വായിച്ചു നോക്കിയിട്ട് ആ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകൻ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടത് നളനെ ദമയന്തി എന്തിനാണ് ഇങ്ങനെ ശപിച്ചത് എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്തരം ആൾക്കാരുടെ ഇടയിൽ നമുക്ക് പരിതപിക്കുകയല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ധാരാളം ഇതുപോലെ പറയാം. നളചരിതത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഓരോ വാക്കും ഓരോ വരിയും ഓരോ പദവും നമ്മളെ ത്രസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണെന്നറിയാം. അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ ഭാഗം കൂടി വായിച്ച് വെറുതെ ഒന്ന് പറഞ്ഞ് എൻ്റെ ഈ പ്രഭാഷണം നിർത്താമെന്ന് കരുതുന്നു. നളചരിതം 1-ാം ദിവസത്തിൽ ഏറ്റവും അവസാനം ദേവന്മാരൊക്കെ നളനെ അനുഗ്രഹിക്കുന്നുണ്ട്. കൂട്ടത്തിൽ സരസ്വതിയും ദമയന്തിക്ക് വേണ്ടി വന്ന സരസ്വതിയും അനുഗ്രഹിക്കുന്നുണ്ട്. ആ സരസ്വതിയുടെ അനുഗ്രഹം എന്ന് പറയുന്നത് ഇതുപോലുള്ള സഭകൾക്ക്, സാഹിത്യകാരന്മാർക്ക്, കലാകാരന്മാർക്ക്, നമുക്കെല്ലാവർക്കും ഉള്ളൊരു ആശംസയാണ് എന്നറിഞ്ഞുകൊണ്ട് ആ ഒരു വരി മാത്രം അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. കനക്കുമർത്ഥവും സുതകണക്കെ പദനിരയും അനർഗളം യമകവും അനുപ്രാസവും ഉപമാതി ഇണക്കം കലർന്നു രമ്യം ജനിക്കനൽ സാരസ്വതം നിനക്കും നിൻ ദയിതയ്ക്കും. നളനും ദമയന്തിക്കും മാത്രമല്ല, നിന്നെ നനയ്ക്കുന്നവർക്കും നിന്നെ, നമ്മളെ പോലുള്ളവർക്കും എന്നർത്ഥം. അതുകൊണ്ട് നളചരിതം വായിക്കുന്നത് അതിൻ്റെ സാഹിത്യം, അതിൻ്റെ ഭാവം, അതിൻ്റെ മാധുര്യം ഇതൊക്കെ മനസ്സിലാക്കാൻ എന്ന പോലെ നമ്മളുടെ എല്ലാ തരത്തിലുള്ള അറിവിനും വളരെ ഉത്തമമായൊരു ഔഷധം തന്നെയാണ്. ഒരുപക്ഷെ നൈഷധം വിദ്യുതൗഷധമായിരിക്കാം, പക്ഷേ സാധാരണക്കാരനായ സഹൃദയന് പറ്റിയ ഔഷധം എന്ന് പറയുന്നത് നളചരിതം തന്നെയാണ്. ഇങ്ങനെ ഒരു അവസരം ഇവിടെ നിങ്ങളുടെ മുമ്പിൽ കുറച്ച് നേരം ഒരുമിച്ചിരിക്കാൻ അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവരും ഇത് കേട്ടിരുന്ന എല്ലാവരോടും നന്ദി പറയുന്നു. എന്തെങ്കിലും പിഴവുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമ്മൾ പലപ്പോഴും കാണാറുള്ള ചില സിനിമകളിൽ വില്ലൻ വേഷത്തെ അതിഗംഭീരമായിട്ട് അവതരിപ്പിക്കും. എന്നിട്ട് പിന്നീട് നായകൻ വന്നിട്ട് ആ വില്ലനെ അടിച്ചൊതുക്കുന്നതോട് കൂടിയിട്ട് ആ വില്ലനേക്കാൾ കേമനായി നായകൻ വരും. രാമായണത്തിൻ്റെ ഒക്കെ ഒരു കഥയിലും അതുപോലെ തന്നെ രാവണനെയാണ് അതികേമായിട്ട് വർണ്ണിക്കാറുള്ളത്. ഇങ്ങനെയുള്ള രാവണനെ രാമൻ വന്ന് ശരം ചെയ്ത് ഒതുക്കുന്നതോടുകൂടി രാമന് കേമത്വം വരികയാണ്. അതുപോലെ ശ്രീഹർഷൻ എന്ന് പറയുന്ന മഹാപണ്ഡിതനായിട്ടുള്ള വ്യക്തിയെ ഇവിടെ രാവണനാക്കി അങ്ങോട്ട് വർണ്ണിക്കുകയാണ് മാഷ ആദ്യം ചെയ്തത്. ആ രാവണനെയാണ് നമ്മുടെ ഉണ്ണായി വാര്യർ, രാമവാര്യർ, ആ രാമൻ വന്ന് രാവണനെ ഒതുക്കി നമുക്കെല്ലാവർക്കും ലോകത്തിന് മൊത്തത്തിലും ആനന്ദം പ്രദാനം ചെയ്ത് ആ രാമൻ. മാഷെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറയേണ്ടതില്ല, ഇതുവരെയുള്ള എല്ലാ പ്രഭാഷണങ്ങളും കണ്ടിട്ടുള്ളൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇതിനു മുമ്പ് ആരും തന്നെ ഇതുപോലെ പരാമർശിച്ചിട്ടുണ്ടാവില്ല. ആ ഏറ്റെടുക്കുന്ന ദൗത്യത്തിനോടുള്ള പരിപൂർണമായിട്ടുള്ള ആ ഒരു അർപ്പണ മനോഭാവമാണ് മാഷ നമുക്ക് കാണാൻ സാധിച്ചത്. ഇതുവരെ നടന്ന പ്രഭാഷണങ്ങളിൽ മാഷ് ഇന്നാണ് ആദ്യമായിട്ട് വരുന്നതെന്നൊക്കെ പറഞ്ഞു. എന്നിരുന്നാലും ഇതുവരെ നടന്ന പ്രഭാഷണങ്ങളിലെ സാരാംശങ്ങൾ ഓരോന്നും എടുത്ത് ആവശ്യത്തിനനുസരിച്ച് ഉദാഹരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ഓരോ പ്രബന്ധങ്ങളും തയ്യാറാക്കേണ്ടതെന്നും ഇതുപോലെയാണ് ഓരോന്നും നമ്മൾ വിഷയങ്ങളെ സമീപിക്കേണ്ടതെന്നും
ഞാൻ ധാരാളം മാഷ ക്ലാസ്സുകളും ഒക്കെ കേട്ടിട്ടുള്ളതാണ്. വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മാഷ പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഈ അവസരം വിനിയോഗിക്കാമെന്ന് പറയുന്നു. ഒരു ചോദ്യം ഉള്ളത്, നമ്മൾ ഈ കാട്ടാളൻ ദമയന്തിയെ കാണുന്ന സമയത്ത്, ദമയന്തിയോട് സംസാരിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന വാക്കുകൾ അതൊരു അല്പത്തരത്തിൻ്റെ അത് വരുന്നു. ആ സമയത്ത് വാക്കുകൾക്ക് ചില സമയത്ത് സ്റ്റാൻഡേർഡ് വരും. അല്പത്തരം അജ്ഞാനത്തിൻ്റെ ഒരു ബഹിസ്ഫുരണമായിട്ടാണ് പൊതുവെ പറയപ്പെടുന്നത്. ശൂർപ്പണഖാനത്തിൽ ശൂർപ്പണഖയുടെ സംസാരം തികച്ചും ഗ്രാമഭാഷയിൽ, രാക്ഷസിയുടെ ഭാഷയിലാണ് അതിൽ മുഴുവൻ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇവിടെ ഉണ്ണായി വാര്യരുടെ നളചരിതത്തിൽ കാട്ടാളൻ്റെ പൂർവ്വഭാഗത്തിലും വല്ലഭാഗത്തും, അല്ലെങ്കിൽ വാൽമീകി രത്നാകരൻ മറ്റേ ഉപാസനയും ചിട്ടയിൽ കൂടിയാണ് വാൽമീകിയാവുന്നത്. അത്തരം വല്ല പൂർവ്വഭാഗം ആ സമയത്ത് ഇതിലൊന്നും യാതൊന്നും പറയുന്നില്ല. അപ്പം എങ്ങനെയാണത് കണക്ട് ചെയ്യുന്നത്? ആ രീതിയിലുള്ള ലാംഗ്വേജ് എങ്ങനെ വരുന്നു എന്നുള്ളതൊരു പ്രശ്നമല്ലേ? സംസ്കൃത വ്യാഖ്യാതാക്കൾ പലതരത്തിൽ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എങ്കിലും ഈയൊരു ഡൈമെൻഷനിൽ ഇപ്പോൾ ചോദിച്ച രീതിയിൽ കാട്ടാളൻ്റെ ഒരു പൂർവവൃത്താന്തത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. അവിടെ അവർ ചർച്ച ചെയ്യുന്നത് സുന്ദരത്തിലൂടെ സാദൃശ്യേയം, സുന്ദരത്തി നിസ്സാദൃശ്യേയം എന്നൊക്കെ പറയുന്നതിൽ ചിലർ മരത്തിനിടയിലൂടെ കാണാവുന്നത് സൗന്ദര്യത്തിൻ്റെ ഒരു തിടമ്പ് തന്നെയാണ് എന്ന് ചിലർ പറയുമ്പോൾ, ചിലർ സ്വന്തം ഭാര്യയുടെ പേരാണ് സുന്ദരത്തി എന്ന് ദുർവ്യാഖ്യാനമൊക്കെ ചെയ്യുന്നത്. അങ്ങനെ പലതരത്തിലുണ്ട്. ഇത് മഹാഭാരതത്തിലും കാട്ടാളനെ കുറിച്ച് കൂടുതൽ വിശദമായിട്ടൊന്നും പറയുന്നില്ല. രാമായണത്തിൽ അത് വളരെ പ്രസക്തമായ ഒരു സന്ദർഭമാണ്. കാരണം ഞാൻ വിചാരിച്ചിട്ടുള്ളത് വേടൻ അമ്പെയ്യുന്നതും അപ്പോൾ വാൽമീകി മാനുഷാദ എന്ന് പറയുന്നത് വാസ്തവത്തിൽ സ്വന്തം മനസ്സിനോടാണെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ പുറമേയുള്ളൊരു വേടനല്ല. കാരണം വാൽമീകി ആദ്യം ജീവിച്ചിരുന്നത് വേടനായിട്ടായിരുന്നു. പല ജന്തുക്കളെയും മനുഷ്യരെയും കൊന്ന് വീട്ടുകാർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തു. അവസാനം സപ്തർഷികൾ വന്നപ്പോൾ ചോദിച്ചു, താൻ ഈ ചെയ്യുന്നതിൻ്റെയൊക്കെ പാപങ്ങൾ അവർ ഏറ്റെടുക്കുമെന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ അവരോട് പോയി ചോദിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഭാര്യയുടെ അടുത്ത് ചെന്നപ്പോൾ ഭാര്യയാണ് പറഞ്ഞത്, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകയെന്ന് വരും. അപ്പോഴാണ് താൻ ചെയ്തിരുന്ന കൊടിയ പാപങ്ങളെ മുഴുവൻ ചുട്ടുനീട്ടത്തോടു കൂടി ഇരുന്ന് ധ്യാനിക്കുന്നതോട് കൂടിയിട്ടാണ് വാൽമീകിയായിട്ട് മാറുന്നത്. വാൽമീകിയായിട്ട് മാറുന്നതല്ല, പിന്നീട് കാട്ടിൽ ഒരു ചെറിയ കരച്ചിൽ കേട്ടപ്പോഴേക്കും തൻ്റെ നിത്യനൈമിത്യ കർമ്മങ്ങൾ മാറ്റി വെച്ചിട്ട് പോലും ആ കരച്ചിലിൻ്റെ പിന്നാലെ പോകുന്നതാണ് മുനിയുടെ ധർമ്മം എന്ന് തിരിച്ചറിഞ്ഞു എന്നാണ് കാളിദാസൻ വാൽമീകിയെ പറയുന്നത്. താം അഭ്യഗച്ഛത് രുതിതാനുസാരി മുനി കുശേദ്മാഹരണായ യാത. ദർഭിം ചമതിം ശേഖരിക്കാൻ വേണ്ടി, നിത്യ നൈമിത്യ കർമ്മങ്ങൾക്ക് വേണ്ടി ദർഭിം ചമതിം ശേഖരിക്കാൻ പോയ മുനി കരച്ചിൽ കേട്ട് അവളുടെ അടുത്തേക്ക് ചെന്നു. ഈ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നതാണ് ശരിയായ മുനിയുടെ ധർമ്മം. അപ്പോൾ ആ രീതിയിൽ ഞാൻ വായിച്ചെടുത്താണ്, ശരിയാവണമെന്നില്ല. വേറെ ഒരു വേടൻ അമ്പെയ്തപ്പോഴല്ല, തന്നുള്ളിലുള്ള ആ മുൻ അവസ്ഥകളെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. കാട്ടാളൻ ആദ്യം ചെല്ലുമ്പോൾ താൻ മോശക്കാരനാവാൻ പാടില്ല. കാരണം ഒരു പുതിയ ആളെയാണ് അവിടെ കാണുന്നത്, അവർ സുന്ദരിയാണ്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി അറിവൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ തീരെ മോശം ഭാഷയിൽ സംസാരിക്കരുതെന്ന് കരുതിയിട്ടാണ് സ്ഥാനത്തും അസ്ഥാനത്തും എന്നൊക്കെയുള്ള രീതിയിൽ. പിന്നെ ഉണ്ണായി വാര്യരുടേതായ ചില കുസൃതികൾ എപ്പോഴും വേണമല്ലോ. പക്ഷെ പിന്നീട് വരുമ്പോഴാണ് അങ്ങേരുടെ യഥാർത്ഥ സ്വഭാവം നമ്മൾ കാണുന്നത്. എനിക്ക് താഴ്ച കൂടാതെ കെട്ടി ചുമര് വെച്ചൊരു വീട് എന്ന് പറയുമ്പോൾ തനി നാടൻ ഭാഷയിലാണ് സംസാരിക്കുന്നത്. മറ്റേ തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കൂടുതൽ അന്വേഷിക്കേണ്ടതാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ. ക്ലബിൻ്റെ ക്ഷണം സ്വീകരിച്ച് നൈഷധത്തെയും നളചരിതത്തെയും മാത്രമല്ല ശ്രീരാമ പഞ്ചശതിയെയും കൂടി ബന്ധിപ്പിച്ച് ഉണ്ണായി വാര്യരുടെ കൃതികളെയും ഭാഷയെയും അദ്ദേഹത്തിൻ്റെ ആ ഒരു കാവ്യ മേഖലയെ കൃത്യമായി അടയാളപ്പെടുത്തിയ മുരളി മാഷോട് കൃത്യമായും ക്ലബിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം അത് അങ്ങേ ആദരിക്കാനായിട്ട് ക്ലബിൻ്റെ ട്രഷറർ ശ്രീരാമേട്ടനെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു.